Meet the editors. ഹലോ, ഗുഡ് ഈവനിംഗ്. പ്രതിദിന വാർത്താ വിശകലന പരിപാടി മീറ്റ് ദി എഡിറ്റേഴ്സ് ആരംഭിക്കുന്നു. എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ചൂടേറിയ ആരോപണ പ്രത്യാരോപണങ്ങൾക്കാണ് നിലമ്പൂർ സാക്ഷ്യം വഹിക്കുന്നത്. ഇരു മുന്നണികളും സ്വതന്ത്ര സ്ഥാനാർത്ഥിയും ഒരുപോലെ ആരോപണ ശരങ്ങൾ ഉന്നയിക്കുമ്പോൾ വലിയ ബഹളങ്ങളില്ലാതെയാണ് NDA സ്ഥാനാർത്ഥിയുടെ പ്രചാരണം. ക്ഷേമ പെൻഷനും മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശവും തന്നെയാണ് ഇന്നത്തെ പ്രധാന ചർച്ചാ വിഷയം. മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശം സംഘപരിവാർ അജണ്ടയാണെന്ന് അൻവറും പ്രതിപക്ഷ നേതാവും ഒരേ സ്വരത്തിൽ. CPIM നേതാക്കൾ ന്യൂനപക്ഷ വിരുദ്ധ പരാമർശത്തിലൂടെ മലപ്പുറത്തെ അപമാനിച്ചു. മലപ്പുറത്തെ തീവ്രവാദികളുടെ നാടെന്ന് വിളിച്ചെന്നും VD സതീശൻ. മുഖ്യമന്ത്രി മാത്രമല്ല, A വിജയരാഘവനും ഈ പ്രസ്താവന ആവർത്തിച്ചു. കൂടെ പതിവ് തെരഞ്ഞെടുപ്പ് പല്ലവികളും. സമരത്തിനോട് സർക്കാരിന് എതിർപ്പ്, ആശാവർക്കർമാരോട് അസഹിഷ്ണുത, ദേശീയപാത നിർമ്മാണത്തിൽ അഴിമതി എന്നിങ്ങനെ നീളുന്നു അത്. അതിനിടെയാണ് പെൻഷൻ കുടിശ്ശികയെ കൈക്കൂലിയാക്കി KC വേണുഗോപാലിന്റെ പരാമർശം. ദാരിദ്ര്യം കുറ്റമല്ലെന്നും പെൻഷൻ വാങ്ങുന്നവരെ പരിഹസിക്കരുതെന്നും ഇടതു സ്ഥാനാർത്ഥി M സ്വരാജ്. തെരഞ്ഞെടുപ്പ് ഗോതയാണ്. വാഗ്വാദങ്ങൾ ഇനിയും തുടരും. അങ്കത്തട്ടിൽ അവശേഷിക്കുന്ന അടവുകളും പിന്നാലെ എത്തും. പുറത്ത് ഇടവപ്പാതി തിമിർക്കുന്നുണ്ടെങ്കിലും അകമേ തിളച്ചു മറിയുകയാണ്. നിലമ്പൂർ തിളയ്ക്കുന്നു എന്നാണ് ചോദ്യം. സ്മൃതി, ഇന്നിപ്പോൾ മലപ്പുറം പരാമർശവും പെൻഷൻ വിഷയവും അടക്കമുള്ളവയാണ് പ്രധാനമായിട്ടും ചർച്ചയായി മാറുന്നത്. തെരഞ്ഞെടുപ്പ് ചൂടുപിടിക്കുകയാണ്. തിളയ്ക്കുകയാണോ നിലമ്പൂർ? നിലമ്പൂർ തിളക്കുകയാണ്. വിവിധ ദിവസങ്ങളിൽ വിവിധ വിഷയങ്ങളാണ് വരുന്നത്. ഓരോ ദിവസം ആരെങ്കിലുമൊക്കെ പ്രതിരോധത്തിലാക്കാനുള്ള വിവരങ്ങൾ വരുന്നുണ്ട്. KC വേണുഗോപാൽ കഴിഞ്ഞ ദിവസം UDF കൺവെൻഷനിൽ നടത്തിയ പ്രസംഗം, അതിൽ പറയുന്ന കാര്യം എന്നുള്ള കൈക്കൂലി എന്ന പ്രയോഗമാണ് യഥാർത്ഥത്തിൽ CPM-ന് ആയുധമായത്. വോട്ട് വാങ്ങാൻ കാണിക്കുന്ന കൈക്കൂലി ആക്കിയിട്ടാണ് പിണറായി വിജയൻ സർക്കാർ തിരഞ്ഞെടുപ്പ് കാലത്ത് പെൻഷൻ കൊടുക്കുന്നത്. കൈക്കൂലി ആക്കിയിട്ടാണ് കൊടുക്കുന്നത് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രയോഗം. അതിന് ഒരു കാരണമുണ്ട്, അങ്ങനെ പറയുന്നതിനൊരു കാരണമുണ്ട്. ഈ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, കിറ്റും ക്ഷേമ പെൻഷനും നൽകുക വഴി തുടർഭരണം സംഭവിച്ചു. പിണറായിക്ക് തുടർഭരണം കിട്ടി പിണറായിക്ക് എന്നുള്ളതാണ് പ്രതിപക്ഷത്തിൻ്റെ ഒരു വാദം. ആ കോവിഡ് കാലമായിരുന്നു. ആ സമയത്ത് കിറ്റ് ഒരു പ്രധാനപ്പെട്ട കാര്യമായിരുന്നു. വീടുകളിലേക്ക് ആ കിറ്റ് എത്തുക എന്നുള്ളത് സാധാരണക്കാരെ സ്വാധീനിച്ചിട്ടുണ്ട്. അത് വോട്ടായി മാറിയിട്ടുണ്ട്. അപ്പോൾ അത് കിറ്റും പെൻഷനും എന്നുള്ളത് പ്രതിപക്ഷം ഭയക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അത് ഇവിടെ ഉന്നയിക്കുന്നു. പക്ഷേ അതിലപ്പുറം ഈ ക്ഷേമ പെൻഷനുകളുമായി ബന്ധപ്പെട്ട് കുടിശ്ശിക പലതവണയായി കൊടുത്തുകൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യം നമുക്കറിയാം. ഘട്ടം ഘട്ടമായി കൊടുക്കുന്നു. 6 മാസത്തെ കുടിശ്ശികയാണ് ഉണ്ടായിരുന്നത്. ഒരു കുടിശ്ശിക 2 മാസത്തേത് 2024 ഡിസംബറിൽ തന്നെ കൊടുത്തു തീർത്തിട്ടുണ്ട്. ബാക്കിയുള്ള കുടിശ്ശികയാണ് ഓരോ ഘട്ടമായി കൊടുക്കുന്നത്. പക്ഷേ ഇത് കൊടുക്കുമ്പോൾ നടത്തുന്ന ചില പ്രയോഗങ്ങൾ അത് യഥാർത്ഥത്തിൽ ഒരു പ്രചാരണ വിഷയമാക്കുന്നുണ്ട് സർക്കാരും CPM എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയം. ഈ കുടിശ്ശിക കൊടുക്കുമ്പോൾ സർക്കാരിൻ്റെ ഓണസമ്മാനമിത, ക്രിസ്മസ് സമ്മാനമിത എന്ന പേരിലാണോ കുടിശ്ശിക കൊടുക്കേണ്ടത്? കുടിശ്ശിക എന്ന് പറയുന്നത് കൊടുക്കാനുള്ള പണം കാലങ്ങൾക്ക് ശേഷം കൊടുക്കുന്നു എന്നുള്ളതാണല്ലോ. അപ്പോൾ അത് കൊടുക്കുമ്പോൾ അതൊരു ഓണസമ്മാനമായി കൊടുക്കുന്നു എന്ന രൂപത്തിൽ അവതരിപ്പിക്കുക, ഒരു സമ്മാനമായി കൊടുക്കുക എന്ന് അവതരിപ്പിക്കുക. അപ്പോൾ അത് ഒരു സൗജന്യമാണ് എന്നൊരു തോന്നലാണ് അതുണ്ടാക്കുക. യഥാർത്ഥത്തിൽ അത് ആളുകളുടെ അവകാശമാണല്ലോ പെൻഷൻ എന്നുള്ളത്. അപ്പോൾ അത് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. അതാണ് രാഷ്ട്രീയമായി ഉന്നയിക്കാൻ KC വേണുഗോപാൽ ശ്രമിച്ചത്. പക്ഷേ അതിലെ കൈക്കൂലി എന്ന പരാമർശം അദ്ദേഹത്തിന് ഒരു അബദ്ധമായി മാറി. അതപ്പുറത്ത് ആയുധമാവുകയും ചെയ്തിരിക്കുന്നു. ഇനി അപ്പുറത്ത് പ്രതിപക്ഷം ഉന്നയിക്കുന്ന വിഷയമാകട്ടെ, അതും KC വേണുഗോപാൽ ആ പ്രസംഗത്തിൽ പറഞ്ഞൊരു കാര്യം തന്നെയാണ്. മലപ്പുറം മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശം നിലമ്പൂരിൽ അത് പ്രധാനപ്പെട്ട വിഷയമായി അവർ ഉന്നയിക്കുകയാണ്. കാരണം അതിൽ കൃത്യമായ മറുപടി ഇതുവരെയും മുഖ്യമന്ത്രിയിൽ നിന്ന് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. മുഖ്യമന്ത്രിയുടെ അഭിമുഖവുമായി ബന്ധപ്പെട്ടാണ് ആ വിവാദം കൊണ്ടുവന്നത്. അത് PV അൻവർ അത് ശക്തമായി ഉന്നയിച്ച വിഷയം കൂടിയാണ്. ആ പ്രസംഗം, ആ ഇൻ്റർവ്യൂവിൽ പറഞ്ഞ കാര്യങ്ങൾ അത് വിവാദമായപ്പോൾ ദ ഹിന്ദുവിനെതിരെ മുഖ്യമന്ത്രി പ്രതികരിച്ചു. ഹിന്ദു മാപ്പ് പറഞ്ഞു. അതിൽ ഒരു PR ഏജൻസിയുടെ ഇടപെടലുണ്ടായിരുന്നു. കൂടെ വന്ന വ്യക്തി തനിക്കറിയുന്ന ഒരു സഖാവിൻ്റെ മകനാണ് എന്ന് മുഖ്യമന്ത്രി പറയുന്നു. അതിനു മുമ്പ് തന്നെ, ആ അഭിമുഖത്തിന് മുൻപ് തന്നെ വിവിധ ദേശീയ പത്രങ്ങൾക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വാർത്താക്കുറിപ്പുകൾ ഇവിടെ നിന്ന് പോയിട്ടുണ്ട്. അപ്പോൾ ആ PR ഏജൻസിക്കെതിരെ നടപടിയെടുത്തു എന്ന് ചോദ്യം അവിടെ നിൽക്കുന്നു. ആ ചോദ്യത്തിന് ഇതുവരെ മറുപടി കിട്ടിയിട്ടില്ല. അത് അവിടെ കുറച്ച് കഴിഞ്ഞപ്പോൾ അതങ്ങ് ആ വിവാദം അവിടെ
അണഞ്ഞു പോവുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ തിരഞ്ഞെടുപ്പ് സമയത്ത് വീണ്ടും ഉയർത്തുകയാണ് പ്രതിപക്ഷം. വീണ്ടും മലപ്പുറവുമായി ബന്ധപ്പെട്ട് ഒരുപാട് പരാമർശങ്ങൾ CPM നേതാക്കൾ നടത്തിയിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ വിജയരാഘവൻ ഇപ്പോൾ നിലമ്പൂരിൽ തിരഞ്ഞെടുപ്പ് ചുമതലയുള്ള പൊളിറ്റ് ബ്യൂറോ അംഗമാണല്ലോ. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, വയനാട്ടിൽ നിന്ന് 2 ആളുകൾ വിജയിച്ചു. രാഹുൽ ഗാന്ധി ജയിച്ചത് ആരുടെ പിന്തുണയിലാണ്? മുസ്ലിം വർഗീയ ചേരിയുടെ ദൃഢമായ പിന്തുണയില്ലെങ്കിൽ രാഹുൽ ഗാന്ധി ഡൽഹിയിൽ എത്തുമോ? അദ്ദേഹമല്ലേ കോൺഗ്രസിന്റെ പ്രതിപക്ഷ നേതാവ്? ആരൊക്കെയായിരുന്നു പ്രിയങ്ക ഗാന്ധിയുടെ ഘോഷയാത്രയ്ക്ക് മുന്നിലും പിന്നിലും? ന്യൂനപക്ഷ വർഗീയതയിലെ ഏറ്റവും മോശപ്പെട്ട തീവ്രവാദ ഘടകങ്ങൾ വരെ ഘോഷയാത്രയിൽ ഉണ്ടായിരുന്നു എന്നാണ് വിജയരാഘവൻ പറഞ്ഞത്. നമുക്കറിയാം, ഇതേ രീതിയിലാണ് പാലക്കാടും SDP വോട്ട് കൊണ്ട് വിജയിച്ചു. അവിടെ 18,000-ൽ പരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിക്കുമ്പോൾ SDP വോട്ട് കൊണ്ടാണോ വിജയിച്ചത്? ആ വോട്ട് കിട്ടിയിട്ടുണ്ടാകാം. പക്ഷേ ആ വോട്ട് കിട്ടിയിട്ടില്ലെങ്കിലും വിജയിക്കുമെന്നുള്ള സാഹചര്യം അവിടെ നിൽക്കുമ്പോൾ അതിനെ പെരുപ്പിച്ച് കാണിക്കുക, അത് മോശം ടേസ്റ്റിൽ അത് അവതരിപ്പിക്കുക എന്നുള്ളൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. അത് പാലക്കാട് കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ മലപ്പുറത്ത് അത് ഓർമ്മിപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസ് ചെയ്യുന്നത്. പല നേതാക്കളുടെ പ്രതികരണങ്ങളായി അത് ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് ഒരു പ്രതികരണം. വേറെയുമുണ്ട്, പല നേതാക്കളും നടത്തിയ പ്രതികരണങ്ങളുണ്ട്. മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ മലപ്പുറത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള പരാമർശം അറിയാം. അതിനു മുമ്പ് VS അച്യുതാനന്ദൻ അവിടെ നിന്നും നല്ല വിജയ ശതമാനം ഉണ്ടായപ്പോൾ കോപ്പി അടിച്ചിട്ടുള്ള വിജയമാണ് എന്നുള്ള പരാമർശം നടത്തുന്നു. അങ്ങനെ കുറേ കാര്യങ്ങളായി ഇവിടെ ഓർമ്മിപ്പിക്കുന്നു. അതൊക്കെയാണോ പ്രധാനപ്പെട്ട ഘടകമാകുക എന്ന് ചോദിച്ചാൽ അറിയില്ല. ഏറ്റവും ശക്തമായി ആളുകളിലേക്ക് എത്തുന്ന വിഷയം എന്താണോ അത് പ്രധാനപ്പെട്ട ഘടകമാകും. നമ്മളിപ്പോൾ കാണുന്ന ഓളം എന്ന് പറയുന്ന കാര്യം, നമ്മൾ ഈ പ്രചാരണത്തിൽ ഓളം കാണുന്നതെന്ന് വെച്ചാൽ നേതാക്കൾ വരുമ്പോൾ വലിയ ആൾക്കൂട്ടം ഉണ്ടാകും, വലിയ ആവേശപ്രകടനങ്ങളുണ്ടാകും. 2 ഭാഗത്തും ഉണ്ടാകാം. സ്വരാജിൻ്റെ കാര്യത്തിലും നേതാക്കൾ മുഴുവൻ അവിടെയുണ്ട്. ഇപ്പുറത്തും പാലക്കാടിൻ്റെ മുമ്പ് നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലെ ശൈലി തന്നെ പിടിച്ചുകൊണ്ട് യുവ നേതാക്കളെല്ലാം തന്നെ അവിടെ ക്യാമ്പ് ചെയ്ത്, കോൺഗ്രസ് നേതാക്കൾ അവിടെ ക്യാമ്പ് ചെയ്ത് പ്രചാരണം നടത്തുന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ഓളം കാണുന്നുണ്ട്. പക്ഷേ ഓളമാണോ യഥാർത്ഥത്തിൽ നിർണ്ണയിക്കുക? ഇപ്പോൾ സർക്കാരിൻ്റെ വികസന നേട്ടങ്ങൾ, പ്രോഗ്രസ് കാർഡ് ഉയർത്തി കാണിക്കുന്നു. അത് വിജയിക്കാൻ അത് മതി എന്ന് സർക്കാർ പറയുമ്പോൾ പല കാര്യങ്ങളുണ്ട്. ഇപ്പോൾ 30,000-ഓളം പട്ടികജാതി കോളനികളുണ്ട് അവിടെ ഭരണവിരുദ്ധ വോട്ടുണ്ട്, ഭരണവിരുദ്ധ വികാരമുണ്ട്. യഥാർത്ഥത്തിൽ പട്ടികജാതിയുമായി ബന്ധപ്പെട്ട് നേരത്തെ ഉണ്ടായിരുന്ന പല സ്കോളർഷിപ്പുകൾ, അവർക്കുള്ള ധനസഹായങ്ങൾ പലതും നിർത്തലാക്കിയിട്ടുണ്ട്. സാമ്പത്തിക പ്രതിസന്ധി കേന്ദ്രത്തിൽ നിന്ന് കിട്ടാത്ത വിഷയം അവിടെയൊക്കെ നിൽക്കുന്നു. പക്ഷേ പട്ടികവർക്കാരുടെ ഗോത്രസാരഥി, കമ്മ്യൂണിറ്റി കിച്ചൺ, ഈ പ്രൊമോട്ടേഴ്സിനുള്ള സ്കോളർഷിപ്പുകൾ, ഇതൊക്കെ തന്നെ നിർത്തലാക്കിയ ഒരു സാഹചര്യം അവിടെ നിൽക്കുന്നു. ഇതൊക്കെ തന്നെ അവിടെ പ്രതിഫലിക്കില്ലേ എന്നൊരു വിഷയം അവിടെ നിൽക്കുന്നു. അതുപോലെ തന്നെ നമുക്കറിയാം, ഈ പറയുന്ന ആശാവർക്കർമാരുമായി ബന്ധപ്പെട്ട് എടുത്ത നിലപാട്, കൊടുക്കാമായിരുന്ന ഒരു തുക കൂട്ടിക്കൊടുക്കാവുന്ന ഒരു തുച്ഛമായ തുക പോലും കൂട്ടിക്കൊടുക്കാതെ അതിനോട് കാണിക്കുന്ന മർക്കട മുഷ്ടി എന്നൊരു വിഷയം അവിടെ നിൽക്കുന്നു. അപ്പോൾ ക്ഷേമ പെൻഷനുകളുമായി ബന്ധപ്പെട്ട് എന്താണ് പറയുക, ഈ 60 ലക്ഷത്തോളം പേർക്ക് കിട്ടുന്നു എന്ന് പറയുമ്പോൾ അതൊരു മെജോറിറ്റിയാണ്. അപ്പോൾ മെജോറിറ്റിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാൻ പറ്റുക, അപ്പുറത്തൊരു ന്യൂനപക്ഷം ആയി നിൽക്കുന്ന ഒരു വിഭാഗം നടത്തുന്ന സമരത്തെ കണ്ടില്ലെന്ന് അടയ്ക്കുകയും അതിനെതിരെ ശക്തമായി പ്രതികരിക്കുകയും ചെയ്യുക എന്നുള്ളതിൽ എന്താണ് പ്രയോറിറ്റി, എത്രത്തോളം മനുഷ്യത്വപരമായ സമീപനം അതിനോട് എടുക്കുന്നു എന്നൊരു ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ തന്നെ പ്രതിഫലിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. PV അൻവർ ഒരു പ്രധാനപ്പെട്ട ഫാക്ടറാണ്. PV അൻവറിനെ സംബന്ധിച്ച് രാഷ്ട്രീയ ഭാവി നിശ്ചയിക്കുന്ന, അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവിൻ്റെയും രാഷ്ട്രീയ ഭാവി, രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിൻ്റെ കോൺഗ്രസിൽ അദ്ദേഹത്തിൻ്റെ സ്ഥാനം നിശ്ചയിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്, ഉപതെരഞ്ഞെടുപ്പാണിത്. ഇന്ന് അദ്ദേഹത്തിന് വാർത്താ സമ്മേളനത്തിൽ നമ്മുടെ പ്രതിനിധികൾ തന്നെയാണ് തുടർച്ചയായി ചോദ്യങ്ങൾ ചോദിച്ചിരുന്നത്. അതിൽ അദ്ദേഹം നൽകിയിരിക്കുന്ന ഒരു മറുപടി എന്നുള്ളത് UDF ചെയർമാൻ എന്ന നിലയ്ക്ക് തനിക്ക് ഉത്തരവാദിത്തമുണ്ട് അവിടുത്തെ വിജയത്തിനും പരാജയത്തിനും എന്നുള്ളതാണ്. അപ്പോൾ ആ ഉത്തരവാദിത്തം അദ്ദേഹം ഏറ്റെടുക്കുന്നു എന്ന് പറഞ്ഞാൽ PV അൻവറുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് അദ്ദേഹം നോ കമൻസ് എന്നാണ് പറഞ്ഞത്. പക്ഷേ അതൊരു ഘടകമാകുമോ എന്ന കാര്യത്തിൽ അദ്ദേഹം ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നു എന്നാണ് പറഞ്ഞത്. UDF ക്യാമ്പിനെ സംബന്ധിച്ച് അൻവർ എന്ന ഫാക്ടർ അവിടെ ഒരു ഐക്യപ്പെടുത്തൽ നടത്തിയിട്ടുണ്ട്. നേരത്തെ അൻവറിനെ സഹായിച്ച കോൺഗ്രസിലെ തന്നെ ഒരു വിഭാഗം അത് ഇനി അടർന്നു മാറാതെ ഒരുമിച്ച് നിന്ന് ആര്യടൻ ഷൗക്കത്തിനെ വിജയിപ്പിക്കാനായി ചേർന്ന് നിൽക്കുന്നു എന്നൊരു യാഥാർത്ഥ്യം അവിടെ നിൽക്കുന്നു. അവരെ സംബന്ധിച്ച് ജീവൻ മരണ പോരാട്ടമാണ്. നിലമ്പൂരിൽ ജയിച്ചാലേ 2026 ഉള്ളൂ. നിലമ്പൂരിൽ ജയിച്ചില്ല എങ്കിൽ അവിടെ UDFിനകത്ത് വലിയ പൊട്ടിത്തെറി ഉണ്ടാകുകയും അവിടെ VD സതീശനുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ സ്ഥാനവുമായി ബന്ധപ്പെട്ട വലിയ വിഷയങ്ങൾ ഉണ്ടാകുകയും ചെയ്തു. മറിച്ച് അപ്പുറത്ത് സ്വരാജാണ് തോൽക്കുന്നതെങ്കിൽ അത്തരം പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാകില്ല. പാർട്ടി ആ പ്രശ്നം അവിടെ നികത്തും. ഈ തരത്തിലുള്ള പൊട്ടിത്തെറി, പാർട്ടിക്കകത്തൊരു പൊട്ടിത്തെറിയോ മുന്നണിക്കകത്തൊരു പൊട്ടിത്തെറിയോ ഉണ്ടാകില്ല. അൻവറിനോട് തോറ്റു എന്നൊരു വിഷയം വേറെ രൂപത്തിൽ അവർക്ക് പറഞ്ഞു നിൽക്കാനാവും. പക്ഷേ UDFിലെ സ്ഥിതി അതായിരിക്കില്ല, വലിയ പൊട്ടിത്തെറിയിലേക്ക് അത് നീങ്ങും. പക്ഷേ അൻവറിനെ സംബന്ധിച്ചും UDF തോൽക്കുകയാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവിക്ക് ഗുണം ചെയ്യുക. അപ്പോൾ അതിലേക്കാവും അദ്ദേഹം ഊന്നുക. ഇപ്പോൾ ഓരോ ദിവസം ഊഴമിട്ട് ഓരോ നേതാക്കൾക്കെതിരെ പറയുന്നു. ഇന്നലെ പ്രതിപക്ഷ നേതാവായിരുന്നു, ഇന്ന് മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രിയുടെ ചതിയെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ആരുടെ ചതി, ആരുടെ വഞ്ചന അവിടെ വോട്ടാകുമെന്ന് അറിയേണ്ടതുണ്ട്. ആത്യന്തികമായി താൻ നൽകുന്ന മെസ്സേജ് എന്തെന്ന് PV അൻവറും ആലോചിക്കേണ്ടതുള്ളൂ. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇവിടെ പ്രധാനപ്പെട്ട ഘടകങ്ങളാകുന്നത്. ഇപ്പോൾ നമ്മൾ കാണാത്ത നിശബ്ദരായ വോട്ടർമാരുണ്ട്, അവരാണ് യഥാർത്ഥ വിധി എഴുത്തുക. ഇതാണ് ചോദ്യം. ആന്റോ അഗസ്റ്റിൻ, പ്രചരണം എന്തായാലും കൊണ്ടുപിടിച്ചാണ്
പക്ഷേ എവിടെയാണ് പിച്ച് ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചൊരു പൂർണ്ണ തീരുമാനമായിട്ടില്ല. ഇപ്പോഴും മലപ്പുറം വിഷയത്തിലും പെൻഷൻ വിഷയത്തിലുമൊക്കെയാണ് കിടന്ന് കറങ്ങുന്നത്. അതിനുമപ്പുറത്തേക്ക് നിലമ്പൂരിൽ മറ്റു വിഷയങ്ങൾ ചർച്ചയായിട്ടുണ്ടോ എന്നറിയില്ല. എന്തായാലും നിലമ്പൂരിൽ PV അൻവർ സ്ഥാനാർത്ഥിത്വം ഒരു വശത്ത് അത് സൃഷ്ടിച്ച വലിയ വിവാദം. ഇതിനിടയിലാണ് ഇപ്പോൾ KC വേണുഗോപാലിൻ്റെ പെൻഷൻ വിഷയമാണെങ്കിലും മലപ്പുറം പരാമർശമായിട്ടും ചർച്ചയായിട്ട് മുന്നോട്ട് വരുന്നത്. തിളക്കിയാണോ നിലമ്പൂർ? തിളക്കിയാണ് എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഞാൻ വിചാരിക്കുന്നത് കുറച്ചെങ്കിലും ഈ ഗതി തിരിച്ചുവിടാൻ KC വേണുഗോപാലിന് മാത്രമാണ് കഴിഞ്ഞെന്നുള്ളതാണ്. കുറേ നാളുകളായി സംസാരിക്കുന്നത് അവിടെ ജാതി രാഷ്ട്രീയം തന്നെയാണ് എന്നുള്ളതാണ്. പക്ഷേ ഇന്നലത്തെ KC വേണുഗോപാലിൻ്റെ പരാമർശത്തോട് കൂടിയിട്ട് കുറച്ച് വികസന രാഷ്ട്രീയത്തിലേക്കും കുറച്ച് രാഷ്ട്രീയമായ കാര്യങ്ങളിലേക്കും തിരിഞ്ഞു എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ ഞാൻ വിചാരിക്കുന്നത് അവിടെ ഇപ്പോൾ കോൺഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് ജാതി അടിസ്ഥാനത്തിൽ തന്നെയാണെന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ അവിടെ ഇപ്പോൾ ഓരോ വീടുകൾ കയറുന്ന ക്രിസ്ത്യൻ വീടുകൾ കയറാൻ വേണ്ടി ക്രിസ്ത്യൻ നേതാക്കന്മാരെ അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്നു. അവരാണ് ക്രിസ്ത്യൻ വീടുകൾ കയറുന്നത്. മുസ്ലിം വീടുകളുടെ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് മുസ്ലിം നേതാക്കന്മാരെ അപ്പോയിൻറ്റ് ചെയ്യുന്നു. അവരാണ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നത്. ഹിന്ദു വീടുകൾ കയറാൻ വേണ്ടിയിട്ട് ഹിന്ദു ഈഴവ വീടുകൾ കയറാൻ വേണ്ടി സെപ്പറേറ്റ് നേതാക്കന്മാരെ അപ്പോയിൻറ്റ് ചെയ്തു. അവരങ്ങനെ കയറുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് രാഷ്ട്രീയത്തെ അങ്ങനെ നമ്മൾ നിലമ്പൂരിലെ ഒരു രാഷ്ട്രീയം കേരളം പോലെയുള്ള ഒരു സ്ഥലത്ത് ഒരു സ്റ്റേറ്റിൽ അങ്ങനെ രാഷ്ട്രീയത്തിന് അടിസ്ഥാനമായിട്ട് അല്ലെങ്കിൽ ഈ പറയുന്ന മതത്തിൻ്റെ അടിസ്ഥാനമായി വോട്ട് പിടുത്തം എന്ന് പറയുന്നത് ശരിയായ നടപടിയാണോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ഞാൻ എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 80,000-ലധികം വരുന്ന മുസ്ലിം വോട്ടുകളുണ്ട് അവിടെ. ഏകദേശം 80,000-ഓളം വരുന്ന 80,000-അധികം വരുന്ന ഹിന്ദു വോട്ടുകളുണ്ട് അവിടെ. ഏകദേശം 30,000-ഓളം വരുന്ന ക്രിസ്ത്യൻ വോട്ടുകളുണ്ട് അവിടെ. ഏകദേശം 20,000-ലധികം വരുന്ന ഈ പറഞ്ഞ പിന്നോക്ക ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരുടെ വോട്ടുകളുണ്ട് അവിടെ. അപ്പോൾ അതിൻ്റെ അകത്ത് തന്നെ ഇപ്പോൾ 80,000-ൽ-അധികം വരുന്ന മുസ്ലിം വോട്ടുകളിൽ ഈ പറഞ്ഞ മുസ്ലിം സ്ഥാനാർത്ഥി എന്ന് പറയുന്ന ലെവലിലുള്ള 2 സ്ഥാനാർത്ഥികളാണ്. ഒന്നുള്ളത് PV അൻവറും ആര്യാടൻ ഷൗക്കത്ത് എന്ന് പറയുന്ന 2 സ്ഥാനാർത്ഥികളാണ്. ഇവർക്ക് എത്ര ശതമാനം വോട്ട് പിടിക്കാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ അവർക്ക് ആശയക്കുഴപ്പമുണ്ട്. കോൺഗ്രസ് സംബന്ധിച്ചിടത്തോളം അവർക്ക് ആശയക്കുഴപ്പമുണ്ട്. അവർക്ക് തന്നെ ഇപ്പോഴും പറയാൻ പറ്റുന്നില്ല എത്ര വോട്ട് ഈ പറഞ്ഞ PV അൻവർ പിടിക്കും, എത്ര വോട്ട് ആര്യാടൻ ഷൗക്കത്ത് എന്ന് പറയുന്ന പിടിക്കും എന്നുള്ള കാര്യത്തിൽ അവർക്കൊരു ഒരു കാര്യം അത് ഈ സമയം വരെ പറയാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം കോൺഗ്രസ്സിന് പരമ്പരാഗതമായി കിട്ടിക്കൊണ്ടിരുന്ന ക്രിസ്ത്യൻ വോട്ടുകളിൽ ഈ പറഞ്ഞ 30,000-ലധികം വരുന്ന ക്രിസ്ത്യൻ വോട്ടുകളിൽ എത്ര ശതമാനം ഇപ്രാവശ്യം കോൺഗ്രസിൻ്റെ കൂടെ നിൽക്കും എന്ന് പറയാൻ അവർക്ക് പറ്റുന്നില്ല. കാരണം എന്തുകൊണ്ടാണ് ഈ വീസ് ജോയിയായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഈ അൻവർ ഉന്നയിച്ച ഈ പറഞ്ഞ ക്രിസ്ത്യൻ സ്ഥാനാർത്ഥിയെ മലയോര ക്രിസ്ത്യൻ സ്ഥാനാർത്ഥിയെ മുൻപന്തിയിൽ നിർത്തണമെന്ന് പറഞ്ഞ കാര്യവുമായി ബന്ധപ്പെട്ടിട്ട് എത്ര ശതമാനം വോട്ട് ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്നും അവർക്ക് കിട്ടുമെന്ന് പറയാൻ അവർക്ക് ഈ സംവിധാനത്തോട് പറ്റിയിട്ടില്ല. മൂന്നാമത്തെ കാര്യം ഈ ഹിന്ദു സമുദായത്തിൽ ബന്ധപ്പെട്ട 80,000-ലധികം വരുന്ന വോട്ടിൽ എത്ര ശതമാനം CPM ഈഴവ വിഭാഗവുമായി ബന്ധപ്പെട്ട് വെള്ളാപ്പള്ളി നടേശൻ്റെ പരാമർശവുമായി ബന്ധപ്പെട്ട് അങ്ങനെയുള്ള പ്രധാനപ്പെട്ട പരാമർശങ്ങൾ ഇത് എത്ര ശതമാനം വോട്ട് CPM-ന് കിട്ടും എന്നുള്ള കാര്യത്തെക്കുറിച്ചിട്ടും അവർക്ക് ധാരണയില്ല. അപ്പോൾ അവർ പറയുന്നത് CPM-ൻ്റെ കേഡർ വോട്ടുകൾ ഏകദേശം 70,000-ഓളം വരുന്ന കേഡർ വോട്ടുകൾ CPM-ന് കിട്ടുമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ അത് മാത്രമാണ് സത്യം പറഞ്ഞാൽ ഈ 3 വിഭാഗങ്ങളെ വെച്ച് നോക്കുമ്പോൾ 100% എത്ര വോട്ട് ഉറപ്പിച്ച് കിട്ടുമെന്ന് ചോദിച്ചാൽ അതിപ്പോൾ ഈ പറഞ്ഞ സ്വരാജിന് മാത്രമേ ഉള്ളൂ. കാരണം പാർട്ടിയുടെ കേഡർ വോട്ട് പൂർണ്ണമായി അവർക്ക് കിട്ടുമെന്ന് വേണമെങ്കിൽ പറയാം. അത് മാത്രമാണ് നമുക്ക് ഉറപ്പിക്കാൻ പറ്റിയ വോട്ട് ഉണ്ടെന്നുള്ളതാണ്. ബാക്കി വോട്ട് ആർക്ക് എങ്ങനെ പോകും എന്നുള്ള കാര്യത്തിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇവർക്കറിയില്ല. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഈ ഇലക്ഷൻ പൂർണ്ണമായി ജാതി അടിസ്ഥാനത്തിലും മത അടിസ്ഥാനത്തിലും മുന്നോട്ട് പോകും എന്നുള്ളതാണ്. അതിൻ്റെ ഒരു ഒരുക്കുകൂട്ടലാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് മുഴുവൻ. ഇപ്പോൾ അടുത്ത കാലത്തായി ചർച്ച ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഈ പ്രതിപക്ഷം മുന്നോട്ട് വെക്കുന്ന എല്ലാ കാര്യങ്ങളും തന്നെ PV അൻവർ മുന്നോട്ട് വെച്ച കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ രണ്ടുപേരും ഒരേ ആശയത്തിൻ്റെയും ഒരേ പ്രത്യാശയത്തിൻ്റെയും മുന്നിൽ പോവുകയാണ്. ഇപ്പം ഈ പറഞ്ഞ മലപ്പുറം പരാമർശം KC വേണുഗോപാൽ ഉന്നയിക്കുന്നു. അപ്പോൾ തന്നെ PV അൻവർ പത്രസമ്മേളനം നടത്തി പറയുന്നു ഞാനാണ് ഇത് ആദ്യം ഉന്നയിച്ചത്, എനിക്കുള്ള മറുപടിയാണ് ഞാൻ കൊടുത്ത ആരോപണത്തിന് മറുപടിയായിട്ടാണ് ഈ പറഞ്ഞ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഹിന്ദുവിൽ അഭിമുഖം കൊടുത്തത്. അത് ഞാനാണ് കോഴിക്കോട് ജാഥയിൽ ഉയർത്തി കാണിച്ചത്, ഞാനത് ഉന്നയിച്ചതു എന്ന് പറയുന്നു. അത് ഒരു ഭാഗത്ത് നിൽക്കുന്നു. രണ്ടാമത്തെ ഭാഗത്ത് രണ്ടാമത്തെ ഭാഗം ഈ പറഞ്ഞ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട കാര്യം ഞാനിത് നേരത്തെ ഉന്നയിച്ചതാണെന്ന് പറയുന്നു. അപ്പം ഇവർ പറയുന്ന കാര്യങ്ങൾ രണ്ടുപേരും അത് പിണറായി വിജയനെതിരായും സർക്കാരിനെതിരായും ഒരേ ആംഗിൾ രണ്ട് പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികൾ സംസാരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ ലെവലിൽ പോകുമ്പോൾ ഈ രാഷ്ട്രീയം എന്ന് പറയുന്ന ലെവലിലേക്ക് അവിടുത്തെ വികസനം, അവിടുത്തെ ആദിവാസികളുടെ പ്രശ്നം, അവിടുത്തെ മലയോര കർഷകരുടെ പ്രശ്നം, അന്യവികൃത ശല്യം പ്രശ്നം, ഇങ്ങനെയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് എത്ര ശതമാനം ചർച്ച നടക്കുമെന്ന് തോന്നിയാൽ ചർച്ച നടക്കില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അത് മുന്നോട്ട് കൊണ്ടുവരാൻ കഴിയുന്നില്ല. കാരണം ജാതി അടിസ്ഥാനത്തിൽ ചർച്ചകൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ലീഗിനെ സംബന്ധിച്ചിടത്തോളം
പണ്ട് ആര്യാടൻ മുഹമ്മദ് ചെയ്തിരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പൂർണ്ണമായി ലീഗിനെ തള്ളി പറയുകയും ഹിന്ദു വോട്ടുകളെയും ക്രിസ്ത്യൻ വോട്ടുകളെയും പൂർണ്ണമായി ക്രോഡീകരിച്ച് വിജയത്തിലേക്ക് വരികയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം പൂർണ്ണമായി അന്നത്തെ കാലത്ത് എന്താ ചെയ്തിരുന്നത്, ലീഗ് വേണ്ട, ലീഗ് ഒരു തീവ്രവാദ പാർട്ടിയാണ് അല്ല അങ്ങനെയുള്ള ലെവലിൽ ചർച്ച നടത്തുകയും അത് E.T. മുഹമ്മദ് ബഷീറിനെ കുറിച്ചൊക്കെ പറയും നമ്മൾ കേട്ടാലോ. അപ്പോൾ അതുപോലെയുള്ള ചർച്ചകൾ നടത്തി പൂർണ്ണമായി ആ പറഞ്ഞ ലീഗിൻ്റെ വോട്ടുകൾ തള്ളി ബാക്കിയുള്ള മുസ്ലിം വോട്ടുകൾ തള്ളി ബാക്കി ഇദ്ദേഹം മുസ്ലിം ആയിരുന്നിട്ട് പോലും മുസ്ലിം വോട്ടുകളെ തള്ളി ഹിന്ദു ക്രിസ്ത്യൻ വോട്ടുകളെ ക്രോഡീകരിച്ച് ജയിച്ചു വരിക എന്നുള്ളതാണ്. ആ ഒരു തന്ത്രം ഇപ്പോൾ അവിടെ ബലിക്കില്ല. കാരണം എന്തുകൊണ്ടാണ്, ലീഗ് അവിടെ ശക്തി കൂടി. ലീഗ് എന്ന് പറയുന്നത് ഇപ്പോൾ അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു പാർട്ടിയായി ആ ഒരു തന്ത്രം ആര്യാടൻ ഷൗക്കത്തിന്. അപ്പോൾ ആ ദോഷം അന്ന് ആര്യാടൻ മുഹമ്മദ് അടക്കമുള്ള നേതാക്കന്മാർക്ക് ഉണ്ടായിരുന്ന ദോഷം ഇപ്പം ഏത് രീതിയിൽ ആര്യാടൻ ഷൗക്കത്തിന് ബാധിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പം രണ്ട് കാര്യങ്ങൾ ഇതിനകത്ത് പ്രധാനപ്പെട്ട കാര്യമുള്ളൂ. ഈ PV അൻവർ എത്ര വോട്ട് പിടിക്കും എന്നുള്ളതാണ്. PV അൻവറിനെ സംബന്ധിച്ചിടത്തോളം PV അൻവർ സ്മൃതി മേഡം നേരത്തെ പറഞ്ഞതുപോലെ വലിയ ജാഥകൾ നടത്തി കാണിക്കുന്നില്ല. പക്ഷേ എന്താണ്, 9 വർഷത്തെ എല്ലാ വീടുകളെയും പേരെടുത്ത് വിളിക്കാൻ പാത്ര അറിയാം. അത്ര ആര്യാടൻ ഷൗക്കത്തിന് അറിഞ്ഞോണമെന്നില്ല. കഴിഞ്ഞ 9 വർഷമായിട്ട് ഇവരെ ടച്ച് വിട്ടുപോയിട്ടുണ്ടാവാം. ഇപ്പോൾ PV അൻവറിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ സ്വരാജിനെ സംബന്ധിച്ചിടത്തോളം അതിനേക്കാൾ കൂടുതൽ ജനങ്ങളുമായിട്ട് ബന്ധമുണ്ടാവും. ഫോൺ എടുത്ത് അപ്പോൾ ഞാനിപ്പം അവിടുത്തെ നമ്മുടെ കൂടെ റിപ്പോർട്ടർമാരോടൊക്കെ സംസാരിക്കുന്ന സമയത്ത് നിൽക്കാതെ ഫോൺ വരികയാണെന്ന് പറയുന്നത്. അപ്പോൾ അത് ഓപ്പറേഷൻസ് മുഴുവൻ ഫോണിൽ കൂടിയാണ് കൂടുതൽ നടക്കുന്നത് എന്നുള്ളതാണ്. ചെറിയ ചെറിയ സംവിധാനങ്ങൾ നടപ്പിലാക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ മുന്നോട്ട് നടപ്പിലാക്കുന്നു എന്നുള്ളതാണ്. വർഷമായിട്ട് CPM-മായി ബന്ധപ്പെട്ടാണ് ആയിരിക്കാം. അല്ല, ഞാൻ പറയുന്നത് അത് എവിടുന്ന് വോട്ട് വരുമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അൻവർ വോട്ട് പിടിക്കുന്നത് ആർക്കും അത്ര സുഗമമായ ഇലക്ഷൻ അല്ല. നമ്മൾ പാലക്കാട് കണ്ടതുപോലെ ഒരു സീറ്റ് പിടിച്ചെടുക്കാനുള്ള ഒരു ഇലക്ഷൻ അല്ലല്ലോ. അപ്പോൾ ഇന്ന് ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞാൽ VD സതീശനോട് ചോദിക്കുന്നുണ്ട്, നമ്മുടെ VS രഞ്ജിത്തും റോഷി ബാലും ചോദിക്കുന്നുണ്ട്, എന്താണ് നിങ്ങൾ എല്ലാ ഇലക്ഷനിലും വിജയിക്കുകയാണെങ്കിൽ അത് പാർട്ടിയുടെ ക്രെഡിറ്റും തോൽക്കുകയാണെങ്കിൽ അതെൻ്റെ ക്രെഡിറ്റ് എനിക്ക് പറ്റിയ അബദ്ധമാണ് എന്ന് എല്ലാ ഇലക്ഷനും പോയി പറയാറുണ്ടല്ലോ. നിലമ്പൂർ ഇലക്ഷനിൽ അത് പറയുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. അതിന് മറുപടി അദ്ദേഹം പറഞ്ഞിട്ടില്ല. തോൽക്കുകയാണെങ്കിൽ അതെൻ്റെ ക്രെഡിറ്റ് അല്ല എന്നുള്ളതാണ്. ഇന്നലെ ഞാൻ പറഞ്ഞില്ല, ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒരു ബൈറ്റ് ഉണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ PK ഫിറോസിനെ കൂടെ നിർത്തിക്കൊണ്ട് പറയുകയാണ്, ഇത് ലീഗിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മണ്ഡലമാണ്, ലീഗിന് ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള മണ്ഡലമാണ്, ഇവിടെ തോക്കുകയില്ല, അതിന് തോറ്റാൽ അതിൻ്റെ ഉത്തരവാദിത്തം ലീഗിനാണെന്ന് PMA സലാം പറഞ്ഞിട്ടുണ്ടെന്ന് PK ഫിറോസിനെ കൂട്ടിയെടുത്ത് പറയുകയാണ്. അപ്പം ഞങ്ങൾ കോൺഗ്രസ്സുകാരായ എന്ന് പറഞ്ഞാൽ നേതാക്കന്മാർക്കൊന്നും ഇതിൻ്റെ ഉത്തരവാദിത്തമില്ല, ഇതിൻ്റെ ഉത്തരവാദിത്തം മുഴുവൻ ലീഗിൻ്റെ കയ്യിലും മുസ്ലിം സമുദായത്തിൻ്റെ കയ്യിലാണ് എന്ന് വരുത്തി തീർക്കാൻ ഒരു സംവിധാനം. അപ്പം ആർക്കും ഉറപ്പിച്ച് പറയാൻ പറ്റത്തില്ല, ഒരു നേതാവ് ഉറപ്പിച്ച് പറയില്ല. ഞാൻ ആകെ ഇന്ന് ഉറപ്പിച്ച് പറഞ്ഞ ഒരു നേതാവിനെ കണ്ടത് നമ്മുടെ KPCC ജനറൽ സെക്രട്ടറിയായ ജയന്താണ്. ജയന്ത് എന്നൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, ഇവിടെ ഒരു വൻ ഭൂരിപക്ഷത്തോടുകൂടി കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ജയിക്കും, ഇത് എൻ്റെ ഒരു പ്രഡിക്ഷനായി നിങ്ങൾ കണക്ക് കൂട്ടണം എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അത് ഞാൻ അടുത്ത കാലത്ത് ഒരു കോൺഗ്രസിൻ്റെ നേതാവ് അങ്ങനെ ഒരു ഉറച്ച നിലപാട് പറഞ്ഞ അദ്ദേഹത്തെ മാത്രമേ ഞാൻ കണ്ടുള്ളൂ. വേറെ ഒരാൾ പോലും ഇപ്പോൾ പറയുന്നത് ഞാൻ കേട്ടില്ല. അതിൽ പ്രധാനപ്പെട്ട വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഈ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാം ഒളിഞ്ഞും തെളിഞ്ഞും അങ്ങോട്ട് പോകുന്നുള്ളൂ. ഈ സുധാകരൻ എന്ന് പറഞ്ഞാൽ മുൻ KPCC പ്രസിഡന്റ് ആ ഏരിയയിലേക്കേ പോകുന്നില്ല. മനസ്സിലായി? അപ്പം എന്താണ് അവിടെ നടക്കുക എന്ന് പറയുന്നില്ല. പക്ഷേ ഞാൻ വിചാരിക്കുന്നത് അവിടെ നല്ല രീതിയിൽ അടിയൊഴുക്കുണ്ടാവും, നല്ല രീതിയിൽ വോട്ട് PV അൻവർ പിടിക്കാനാണ് സാധ്യത. അങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ അത് ബാധിക്കാൻ പോകുന്നത് കോൺഗ്രസിനെയാണ്. അത്രയും വലിയ പ്രശ്നം ഇപ്പോൾ CPM-ൽ ഇല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. നിലമ്പൂർ തിളയ്ക്കുകയാണ് എന്ന് തന്നെയാണ്. പക്ഷേ തിളയ്ക്കാൻ വേണ്ടി ഉപയോഗിച്ച 2 പ്രധാനപ്പെട്ട വിഷയങ്ങളും കോൺഗ്രസിനെ പൊള്ളലേൽപ്പിക്കുമോ എന്നൊരാശങ്കയാണ് എനിക്കുള്ളത്. കാരണം ആ വിഷയം അവിടെ ചർച്ചയാവേണ്ട ഒരു വിഷയമേ ആയിരുന്നില്ല. ഒന്ന് മലപ്പുറം വിഷയം, രണ്ടാമത്തത് പെൻഷൻ ഒരു തിരഞ്ഞെടുപ്പ് കൈക്കൂലിയാണ്, പെൻഷൻ്റെ കുടിശ്ശിക കൊടുക്കുന്നത് ഒരു തിരഞ്ഞെടുപ്പ് കൈക്കൂലിയാണ് എന്ന ഒരു പരാമർശം. ഇത് രണ്ടും കോൺഗ്രസിന് എങ്ങനെയാണ് തിരിച്ചടിയാവുന്നത് എന്നാണ് ഞാൻ പരിശോധിക്കാൻ പോകുന്നത്. ഇത് കോൺഗ്രസിനെ സംബന്ധിച്ച് പൊള്ളലേൽപ്പിക്കും. നമ്മൾ ചരിത്രത്തിലേക്ക് പോയാൽ എങ്ങനെയാണ് ചരിത്രത്തിലേക്ക് പോയാൽ പൊള്ളലേൽപ്പിക്കുന്നത്? അതിനു മുമ്പ് ഞാൻ ഈ രാഷ്ട്രീയ സാഹചര്യം ഒന്ന് പറയാം. നേരത്തെ ആന്റോ വകേശൻ പറഞ്ഞതിൻ്റെ തുടർച്ചയായി നിലമ്പൂർ മണ്ഡലത്തിൽ ആര്യാടൻ മുഹമ്മദ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു രാഷ്ട്രീയ തന്ത്രം എന്ന് പറയുന്നത് ലീഗിൻ്റെ വോട്ടുകൾ ലീഗിൻ്റെ തന്നെ ഓർഗനൈസ്ഡ് ആയിട്ട് തങ്ങൾക്ക് ലഭിക്കുകയും എന്നാൽ അതേസമയം ലീഗല്ലാതെ അവിടെ നിൽക്കുന്ന മറ്റു 2 പ്രധാനപ്പെട്ട സമുദായങ്ങൾ, ഹിന്ദു വിഭാഗത്തിൻ്റെയും ക്രിസ്ത്യൻ സമുദായത്തിൻ്റെയും വോട്ടുകൾ കൃത്യമായി ആര്യാടൻ്റെ ഫാൻസ് എന്ന രീതിയിൽ കോൺഗ്രസിലേക്ക് ചേർക്കുകയും ചെയ്യുക എന്നൊരു തന്ത്രം അവിടെ ഉണ്ടായിരുന്നു. ഒരു പരിധിവരെ അത് ലീഗിലെ മുതിർന്ന നേതാക്കളുടെ മൗനാനുവാദത്തോടു കൂടി ആര്യാടൻ മുഹമ്മദ് അവിടെ നടപ്പിലാക്കി പോകുന്നൊരു സ്ട്രാറ്റജി ആയിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അല്ലാതെ ഒരു കാരണവശാലും ലീഗിന് വലിയ സ്വാധീനമുള്ള, ഏകദേശം കോൺഗ്രസിനോളം തന്നെ സ്വാധീനമുള്ളൊരു മണ്ഡലത്തിൽ 34 വർഷം ലീഗിനെ ആ അർത്ഥത്തിൽ തുറന്നെതിർത്തുകൊണ്ടും എന്നാൽ ഇണങ്ങിക്കൊണ്ടും ആര്യാടൻ മുഹമ്മദിന് അവിടെ വിജയിച്ച് കയറാൻ കഴിയുന്നില്ല. ആ ധാരണ അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ആ ധാരണ തെറ്റുന്നുണ്ട് എപ്പോൾ ആര്യാടൻ ഷൗക്കത്ത് വരുന്ന സാഹചര്യങ്ങളിൽ. അതിനൊരുപാട് കാര്യങ്ങളുണ്ട്. ആര്യാടൻ മുഹമ്മദും ലീഗും തമ്മിലുള്ള സമവാക്യം എന്ന് പറയുന്ന ചില ധാരണകളുടെ പുറത്തായിരുന്നു. പക്ഷേ അത് നേതാക്കന്മാർക്കിടയിൽ മാത്രമായിരുന്നു ആ ധാരണ, അത് അണികൾക്കിടയിൽ ആ ധാരണ പ്രവർത്തിച്ചിരുന്നില്ല. എന്നാൽ ഈ മലപ്പുറം വിഷയമടക്കം ചർച്ച ചെയ്യപ്പെടുമ്പോൾ ഈ ലീഗ് കോൺഗ്രസ് ബന്ധത്തിൻ്റെ ചരിത്രത്തിലേക്ക് കൂടി പോകും. ആരാണ് പാണക്കാട് തങ്ങളെ
ഏറ്റവും കൂടുതൽ ആക്ഷേപിച്ചത്, ആരാണ് ലീഗിനെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചത് എന്നൊരു ചരിത്രമുണ്ട്. ലീഗിനെ ചത്തകുതിര എന്ന് വിശേഷിപ്പിച്ചത് ഒരേ ഒരാളാണ്, അത് നെഹ്റുവാണ്. അതിനെ ഉറങ്ങിക്കിടക്കുന്ന സിംഹമെന്നാണ് CH മുഹമ്മദ് കോയ തിരുത്തുന്നത് ചരിത്രത്തിൽ. ഞാനൊരു ചരിത്രം പറയാം. വിമോചന സമരം കഴിഞ്ഞ് 1960 തിരഞ്ഞെടുപ്പ് നടക്കുന്നു, നിയമസഭാ തെരഞ്ഞെടുപ്പ്. ആ നിയമസഭാ തെരഞ്ഞെടുപ്പിലാണല്ലോ ഈ കോൺഗ്രസും ലീഗും ഒക്കെ കൂടി ചേർന്ന് ഒരു സഖ്യമുണ്ടാക്കാൻ പോകുന്നത്. അതായത് UDF വരുന്നതിനും വർഷങ്ങൾക്ക് മുമ്പ്, 2 പതിറ്റാണ്ടുകൾക്ക് മുമ്പ്. ലീഗിൽ നിന്ന് 12 സീറ്റിൽ മത്സരിക്കുന്നു, 11 സീറ്റിൽ വിജയിക്കുന്നു. കോൺഗ്രസ് 80 സീറ്റിൽ 63 സീറ്റും വിജയിക്കുന്നു. ആകെ 133 സീറ്റുകൾ മാത്രമാണ് കേരള നിയമസഭയിലുള്ളത്. അവിടെ ഒരു തർക്കം വരുന്നു. നിയമസഭാ സ്പീക്കറായിട്ട് KM സീതി സാഹിബിനെ തീരുമാനിക്കുന്നു. KM സീതി സാഹിബ് നിയമസഭാ സ്പീക്കറായി വരുന്നു. 61 സീതി സാഹിബ് മരിക്കുന്നു. മരിച്ചുപോയതിനു ശേഷം പകരം സ്പീക്കറായി ലീഗിൽ നിന്ന് CH മുഹമ്മദ് കോയെ തീരുമാനിക്കുന്നു. പക്ഷേ കോൺഗ്രസ് അന്ന് CK ഗോവിന്ദൻ നായരുടെ നേതൃത്വം പറഞ്ഞെന്തെന്നറിയുമോ? ഇന്നേ വരെ ലീഗിനോട് ഒരാളും ആവശ്യപ്പെടാത്തത് അന്ന് ആവശ്യപ്പെട്ടു. CH മുഹമ്മദ് കോയെ ലീഗിൻ്റെ പ്രാഥമിക അംഗത്വം രാജിവെച്ചതിന് ശേഷം മാത്രമേ, മതേതര പ്രതിച്ഛായയോടുകൂടി മാത്രമേ എവിടെ വരാൻ പാടുള്ളൂ, സ്പീക്കറാവാൻ പാടുള്ളൂ എന്നുള്ളത്. CH മുഹമ്മദ് കോയെ കൊണ്ട് ലീഗിൻ്റെ പ്രാഥമിക അംഗത്വം രാജിവെപ്പിച്ച് സ്പീക്കറാക്കിച്ചു. ഒന്ന് ആലോചിച്ച് നോക്കണം. ഇത്രയും വലിയ സമ്മർദ്ദം 1960 ലീഗിനോട് ചെയ്ത പാർട്ടിയാണ് അന്നത്തെ കോൺഗ്രസ് എന്ന് പറയുന്നത്. എന്നിട്ട് അതിന് കാരണം പറഞ്ഞ എന്താ? ലീഗിൻ്റെ ഭാഗത്ത് നിന്ന് വന്നാൽ അതിന് മതേതര പ്രതിച്ഛായ ഉണ്ടാവില്ല എന്ന ദേശീയ നേതൃത്വത്തിനെ ആണ് പ്രധാനമായിട്ട് വന്ന് കുറ്റം പറഞ്ഞത്. ഒന്ന് ആലോചിച്ച് നോക്കണം. ആ 1960 അപമാനം ലീഗ് ഏറ്റുവാങ്ങി അത് തുടർന്നു. എന്നിട്ട് എന്താ സംഭവിച്ചത്? 62 പാർലമെന്റിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്നു. അന്ന് 18 സീറ്റുകളിലേക്കാണ് മത്സരം. കോൺഗ്രസും പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടിയും 14 വീതം സീറ്റ് വീതം വെച്ചെടുത്തു. CH മുഹമ്മദ് കോയ കരഞ്ഞപേക്ഷിച്ചു, 3 സീറ്റുകൾ ഞങ്ങൾക്ക് വേണം, ഞങ്ങൾക്ക് അവിടെ വിജയസാധ്യതയുള്ളതാണ്. പൊന്നാനി വേണം, കോഴിക്കോട് വേണം, മഞ്ചേരി വേണം. ഇത് 3 സീറ്റുകൾ ആവശ്യപ്പെട്ടു. കൊടുത്തില്ല കോൺഗ്രസ്. പകരം പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടിക്കും കോൺഗ്രസുമായിട്ട് വീതം വെച്ചെടുത്തു. ഒടുവിൽ സഹിക്കവയ്യാതെ ഒരു പിച്ചള പിന്നുപോലെ ഞാനിതാ എൻ്റെ ഈ സ്പീക്കർ സ്ഥാനം രാജിവെക്കുന്നു എന്ന് പറഞ്ഞ് മറ്റൊരു വാക്കും CH മുഹമ്മദ് കോയ പറഞ്ഞിട്ടില്ല കേട്ടോ. ഒരാളെയും തള്ളി പറഞ്ഞിട്ടില്ല, കോൺഗ്രസിലെ ഒരു നേതാവിനെയും തള്ളി പറഞ്ഞിട്ടില്ല. വളരെ വൈകാരികമായിട്ടുള്ളൊരു വിടവാങ്ങലായിരുന്നു. നമ്മൾ ഇന്ന് PV അൻവറിൻ്റെയൊക്കെ പ്രസംഗം കാണുന്ന പോലെയല്ല, വളരെ അന്തസ്സോടുകൂടി അഭിമാനത്തോടുകൂടി അന്ന് CH മുഹമ്മദ് കോയ ആ സ്പീക്കർ സ്ഥാനം രാജിവെച്ച് ഇറങ്ങിപ്പോവുക ചെയ്യുന്നത്. ഒരു പിച്ചള പിന്നുപോലെ ഞാനിതാ രാജിവെക്കുന്നു, കാര്യം പാർട്ടിക്ക് വേണ്ടിയാ. എന്നിട്ട് ലീഗ് മത്സരിച്ചു 3 മൂന്നിടങ്ങളിൽ 2 വിജയിച്ചാണ് ലീഗ് കരുത്ത് തെളിയിച്ചത്. അവിടെ മുതലാണ് പിന്നീട് സപ്തകക്ഷി മുന്നണിയിലേക്ക് ലീഗിൻ്റെ വരവ് തുടങ്ങുന്നത്. അങ്ങനെയാണ് 1967 സപ്തകക്ഷി മുന്നണിയിൽ EMSൻ്റെ മന്ത്രിസഭയിലേക്ക് വരുന്നത്. അന്ന് മത്സരിച്ച 15 സീറ്റുകളിൽ 14 സീറ്റുകളിലും ലീഗ് വിജയിക്കുന്നുണ്ട്. അന്ന് CPM 59 ഇടങ്ങളിൽ മത്സരിച്ച് 52 ഇടങ്ങളിലും വിജയിക്കുന്നുണ്ട്. CPI 19 ഇടങ്ങളിൽ വിജയിക്കുന്നുണ്ട്. കേവല ഭൂരിപക്ഷം 67, CPM-നും CPI-ക്ക് മാത്രം 71. അന്നാണല്ലോ മലപ്പുറം രൂപീകരണത്തെക്കുറിച്ചുള്ള ചർച്ചകൾ വരുന്നത്. ആ മലപ്പുറം രൂപീകരണത്തെക്കുറിച്ചുള്ള ചർച്ച വരുമ്പോൾ ഈ ഓർമ്മകളാണ്, ഈ ചരിത്രമാണ് ഞാൻ പറഞ്ഞത് തിരിച്ചടിപ്പിക്കാൻ പോകുന്നു, CPM-നെ കോൺഗ്രസിനെ പൊള്ളലേൽപ്പിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞത്. കാരണം അന്ന് മലപ്പുറം ജില്ലയെക്കുറിച്ചുള്ള രൂപീകരണ ചർച്ച നടക്കുന്ന സമയത്ത് ജനസംഘവും ഇന്നത്തെ BJP-യുടെ അന്നത്തെ രൂപമായ ജനസംഘവും കോൺഗ്രസും മറുവശത്ത്. എന്താ മറുവശത്ത് വരാനുള്ള കാരണം? അന്ന് മലപ്പുറം ജില്ലാ രൂപീകരണ വിരുദ്ധ സമിതി രൂപീകരിച്ചുകൊണ്ടാണ് വരുന്നത്. അന്ന് ആര്യാടൻ മുഹമ്മദാണ് അതിന് നേതൃത്വം നൽകുന്നത്, അന്ന് സത്യാഗ്രഹം അനുഷ്ഠിക്കുന്നത്. അന്ന് എന്താ പറഞ്ഞത്? ഇവിടെ കുട്ടി പാകിസ്ഥാൻ എന്നൊരു മുദ്രാവാക്യം വിളി കേൾക്കുന്നത് അന്നാ, മിനി പാകിസ്ഥാൻ എന്നുള്ള മുദ്രാവാക്യം വിളി കേൾക്കുന്നത് അവിടെയാ. പാകിസ്ഥാന്റെ നാവികപ്പട തിരൂരിൽ വന്ന് ലാൻഡ് ചെയ്യുമെന്നുള്ള പ്രചരണം നടക്കുന്നത് അവിടെയാ. എന്നിട്ട് മാപ്പിളസ്ഥാനാക്കാൻ അനുവദിക്കുന്നില്ല എന്നതായിരുന്നു അന്നത്തെ പ്രധാനപ്പെട്ട മുദ്രാവാക്യം. അന്ന് ജനസംഘിനോടൊപ്പം കോൺഗ്രസ് മലപ്പുറം രൂപീകരണത്തെ നഖശികാന്തം എതിർത്തു. പക്ഷേ അത് പാസ്സാവാതെ പോയി. കാരണം എന്താ? 67 കോൺഗ്രസ് അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും ദയനീയമായ പെർഫോമൻസ്. 133 ഇടങ്ങളിൽ മത്സരിച്ച് കേവലം 9 ഇടങ്ങളിലേക്ക് ചുരുങ്ങിപ്പോയി കോൺഗ്രസ്. അന്ന് K കരുണാകരനാണ് നിയമസഭയിൽ കോൺഗ്രസിൻ്റെ നേതാവ്. അങ്ങനെ മലപ്പുറം രൂപീകരണത്തെ എതിർത്തിട്ടും EMS മന്ത്രിസഭയിൽ സപ്തകക്ഷി മുന്നണിയിൽ ലീഗും CPM-ഉം CPI-യും ഒക്കെ ഉൾപ്പെട്ട ആ മുന്നണിയാണ് മലപ്പുറം രൂപീകരണം സാധ്യമാക്കുന്നത്. ആരുടെ എതിർപ്പ് വകവയ്ക്കാതെ? കോൺഗ്രസിൻ്റെയും ജനസംഘത്തിൻ്റെയും എതിർപ്പ് വകവയ്ക്കാതെ. ഇത് ചരിത്രത്തിലുണ്ടേ. അപ്പം മലപ്പുറത്തെ അപമാനിക്കുന്നു എന്ന് പറയുന്നവർ മലപ്പുറം ജില്ലയുടെ രൂപീകരണത്തെ എതിർത്ത പാർട്ടിയാണിതെന്നുള്ളത് ചരിത്രത്തെ കൊണ്ട് ഓർമ്മിപ്പിക്കുകയല്ലേ? ഇന്ന് ആ പരാമർശം ഉണ്ടെങ്കിൽ നമ്മൾ ഈ ചരിത്രം ഓർമ്മിപ്പിക്കുമോ? അതാണ് ഞാൻ പറഞ്ഞത്. മലപ്പുറത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഇത് തിരിച്ചടിക്കാൻ സാധ്യതയുള്ളൊരു വിഷയമാണ്. എന്തുകൊണ്ടാണ് കോൺഗ്രസ് നേതൃത്വം മനസ്സിലാക്കാതെ പോയത്? മിനിമം ചരിത്രമെങ്കിലും കോൺഗ്രസ് മനസ്സിലാക്കിയിരിക്കണമെന്നാണ് എനിക്ക് ഇക്കാര്യത്തിൽ പറയാനുള്ളത്. ഇനി രണ്ടാമത്തെ ഒരു കാര്യം, അന്ന് അങ്ങാടിപ്പുറത്ത് തളിക്ഷേത്രത്തിലൊരു വലിയ വിവാദം ഉണ്ടായിരുന്നു. ഒരു ശിവലിംഗം കണ്ടെടുത്തുമായി ബന്ധപ്പെട്ട് ഇന്നത്തെ നമ്മുടെ സാംസ്കാരിക രാഷ്ട്രീയ നായകൻ എന്നൊക്കെ പറയുന്ന K കേളപ്പൻ അടക്കമുള്ളവരായിരുന്നു അന്ന് അതൊരു വലിയ വിഷയമായി ഉയർത്തിക്കൊണ്ട് വന്നത്. ആ വിഷയത്തെയും ആ സപ്തകക്ഷി മുന്നണി സഭ അതിജീവിച്ചത് മലപ്പുറത്തിൻ്റെ ചരിത്രത്തിൽ എഴുതി ചേർക്കപ്പെട്ടിട്ടുണ്ട്. അതൊരു ഭാഗത്ത് നിൽക്കുന്നു. എന്നിട്ട് AK ആൻ്റണി മലപ്പുറത്തെക്കുറിച്ച് ഈ ന്യൂനപക്ഷ സമുദായത്തെക്കുറിച്ചും പറഞ്ഞതിനെക്കുറിച്ച് ആർക്കും ചർച്ച ചെയ്യേണ്ടി ഇരുന്നില്ലല്ലോ ഇതുവരെയും. ഒരിടത്ത് നമ്മൾ ചർച്ച ചെയ്തില്ലല്ലോ. ഇപ്പോൾ അത് വീണ്ടും ചർച്ചയിലേക്ക് വരിക.
എന്താ എ കെ ആന്റണി പറഞ്ഞത് ഓർമ്മയുണ്ടോ? അന്ന് മുത്തങ്ങ മാറാട് കലാപം കഴിഞ്ഞതിന് ശേഷമുള്ള സമയം, ആ സമയത്ത് 2003 ജൂലൈ മാസം 7-ാം തീയതി വിമാനത്താവളത്തിൽ വെച്ച് എ കെ ആന്റണി ഒരു ബൈറ്റ് കൊടുക്കുന്നുണ്ട്. ആ ബൈറ്റ് ഞാൻ വായിക്കാം. ടു കോട്ട് എ കെ ആന്റണി, ന്യൂനപക്ഷ സമുദായങ്ങൾ തങ്ങളുടെ സംഘടിത ശക്തി ഉപയോഗിച്ച് വിലപേശാമെന്നും സർക്കാരിനെ കൊണ്ടെന്നും ചെയ്യിക്കാമെന്നുമുള്ള ധാരണ തിരുത്തണം. ഗൾഫ് പണമാണ് ന്യൂനപക്ഷ സമുദായങ്ങളെ സംഘടിത ശക്തിയാക്കുന്നത്. അവരുടെ നേതാക്കൾ കൂടുതൽ സംയമനം പാലിക്കണം. എ കെ ആന്റണി ന്യൂനപക്ഷ വിരുദ്ധമായിട്ടുള്ള പരാമർശമല്ലേ ഇത്? ഇതാണോ സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നത്? ന്യൂനപക്ഷ സമുദായങ്ങൾക്ക്, പ്രത്യേകിച്ച് മുസ്ലിം സമുദായങ്ങൾക്ക് ആ അർത്ഥത്തിൽ വിലപേശൽ ശേഷി ഉണ്ടെന്നാണോ സച്ചാർ കമ്മിറ്റി പറയുന്നത്? അങ്ങനെ അല്ലല്ലോ പറയുന്നത്. അതിന് വിരുദ്ധമായി എ കെ ആന്റണി പറയുമ്പോൾ ഇതേ രീതിയിലുള്ള പ്രചരണം നമ്മൾ ആ അർത്ഥത്തിൽ കണ്ടില്ലല്ലോ. ഇതെല്ലാം ചരിത്രത്തെ ഓർമ്മിപ്പിക്കലാണ് മലപ്പുറം പരാമർശവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട്. അത് അനാവശ്യമായിട്ടുള്ളൊരു പരാമർശമായി പോയി കോൺഗ്രസിനെ സംബന്ധിച്ച് ഇതെല്ലാം തിരിച്ചടിക്കുന്നതാണ്. ഇനി ഒരു കാര്യം കൂടി ഞാൻ പറയാം. പെൻഷനാണ് രണ്ടാമത്തെ വിഷയം. മറിയച്ചേട്ടത്തിയെ കൊണ്ട് പെൻഷൻ കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് പിച്ചച്ചട്ടി എടുപ്പിച്ച പാർട്ടി ഏതാ? കോൺഗ്രസ്. മറിയച്ചേച്ചിക്ക് വീട് വെച്ച് കൊടുത്ത പാർട്ടി ഏതാ? കോൺഗ്രസ്. ഇപ്പോൾ ആ മറിയച്ചേട്ടത്തി എവിടെയാ? BJP-യിൽ. പിച്ചച്ചട്ടി എടുപ്പിച്ച് മറിയച്ചേച്ചിയെ കൊണ്ട് പെൻഷൻ കുടിശ്ശിക കിട്ടുന്നില്ലെന്ന് പറഞ്ഞ് സമരം ചെയ്യിപ്പിച്ച് BJP-യിലെ ആളിനെ കൂട്ടിക്കൊടുത്ത പാർട്ടിയാണ്, ഒരു അംഗത്തെ കൂടി സംഭാവന ചെയ്ത പാർട്ടിയാണ് കോൺഗ്രസ്. ഇപ്പോൾ അതേ പെൻഷൻ കുടിശ്ശിക കൊടുക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് കൈക്കൂലിയാണെന്ന് പറയുന്നതും അതേ കോൺഗ്രസ് ആണ് എന്നുള്ളതാണ് വിചിത്രമായ കാര്യം. അത് ഇതെല്ലാം ജനങ്ങൾ കാണുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കോൺഗ്രസ് നിലമ്പൂരിൽ തെരഞ്ഞെടുത്ത ആദ്യത്തെ 2 വിഷയവും പാളിപ്പോയി. ആ നിലമ്പൂർ തിളയ്ക്കുന്നുണ്ട്, തിളപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ച എണ്ണ സ്വയം പൊള്ളലേൽപ്പിക്കുന്ന അവസ്ഥയിലാണ് നിൽക്കുന്നത്. പിന്നെ നേരത്തെ സ്മൃതി പറഞ്ഞൊരു കാര്യം, VS അച്യുതാനന്ദൻ്റെ കാര്യത്തിൽ. VS അച്യുതാനന്ദൻ മലപ്പുറത്തെക്കുറിച്ച് അങ്ങനെ ഒരു പരാമർശം നടത്തിയോ? ഞാനത് പരിശോധിക്കുകയായിരുന്നു. അങ്ങനെ ഒരു പരാമർശം നടത്തിയിട്ടില്ല. 2005 എൻട്രൻസ് പരീക്ഷയുടെ റിസൾട്ട് വരുന്ന സമയത്ത് അന്ന് നാലകത്ത് സൂപ്പിയാണ്. നാലകത്ത് സൂപ്പിയോട് വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുന്ന സമയത്താണ് മലപ്പുറം ജില്ലയിൽ കൂടുതൽ എൻട്രൻസ് റിസൾട്ടിന് കൂടുതൽ വിജയികൾ വരുന്ന സാഹചര്യം മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നു. വിദ്യാഭ്യാസ മന്ത്രിയുടെ ജില്ലയിൽ നിന്ന് തന്നെ കൂടുതൽ ആളുകൾ വരുന്നു. സമ്പന്നരുടെ മക്കൾക്ക് ഏതെങ്കിലും തരത്തിൽ അവിഹിതമായി ഈ റാങ്ക് ലിസ്റ്റിൽ കടന്നു കയറാൻ സാധിച്ചിട്ടുണ്ടോ? അന്ന് വലിയൊരു ഹൈക്കോടതിയിലൊരു സത്യവാങ്മൂലമുണ്ട്. അന്ന് പരീക്ഷാ കൺട്രോളർ കൊടുത്തിരിക്കുന്നതാണ്. ചോദ്യപേപ്പർ ചോർച്ച അടക്കമുള്ള വിഷയം ചർച്ച ചെയ്യപ്പെടുന്ന സാഹചര്യം. അന്ന് പറഞ്ഞത് എന്താണെന്നറിയാമോ? ഏതെങ്കിലും തരത്തിൽ ക്രമക്കേട് എൻട്രൻസ് പരീക്ഷയിൽ നടന്നിട്ടുണ്ടെങ്കിൽ അതും പരിശോധിക്കണമെന്ന് പറഞ്ഞതിനെയാണ് മലപ്പുറത്തെ കോപ്പിയടിച്ചു. അങ്ങനൊരു വാചകമേ ഉപയോഗിച്ചിട്ടില്ല VS അച്യുതാനന്ദൻ. അങ്ങനെ കോപ്പിയടിച്ചു എന്നൊരു വാചകമേ ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇതാണ് പരക്കെ ഈ തെറ്റിദ്ധാരണ ഉയർത്തുന്ന തരത്തിലുള്ള ആരോപണങ്ങൾ വരുന്നത്. അപ്പൊ ഇതൊക്കെ ഈ പ്രതികരണങ്ങളും പറഞ്ഞിട്ടുണ്ടെന്നേ. അത് ആ സമയത്ത് വലിയ പറഞ്ഞതാണ്. അന്ന് നാലകത്ത് സൂപ്പി വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുന്ന സമയത്ത് എൻട്രൻസ് പരീക്ഷ, SSLC പരീക്ഷയല്ല, എൻട്രൻസ് പരീക്ഷയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മാധ്യമപ്രവർത്തകർ ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടിയായിട്ടാണ് VS ഇതിന് മറുപടി പറയുന്നത്. അതിനുശേഷം പിന്നീട് വേറൊരു ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുന്നുണ്ട്. CBI-യുടെ ഒരു അന്വേഷണം വരുന്നുണ്ട്. അന്ന് എനിക്ക് തോന്നുന്നത് ഡെപ്യൂട്ടി ഡയറക്ടർ ആയിരുന്ന ഒരു സാനുവിനെ അന്ന് അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം പോലും ഉണ്ടായിട്ടുണ്ട്. അത് ആ സാഹചര്യത്തിൽ ചോദ്യപേപ്പർ ചോർച്ച വരുന്ന സാഹചര്യത്തിലാണ്. നോക്കൂ, അത് നമ്മുടെ നാട്ടിൽ സംഭവിച്ചാൽ നമുക്ക് അംഗീകരിക്കാൻ പറ്റുമോ? നീറ്റ് പരീക്ഷയുടെ പേപ്പർ ചോർന്നു കഴിഞ്ഞാൽ അതൊരു വലിയ വിഷയമായിട്ട് അന്വേഷിക്കേണ്ട വിഷയമല്ലേ? അത് SSLC പരീക്ഷയുമായി ബന്ധിപ്പിക്കുന്നതും അത് സാധാരണക്കാരായിട്ടുള്ള ആളുകളെ മലപ്പുറത്തെ അപമാനിക്കാൻ വേണ്ടിയാണ് എന്ന് പ്രചരിപ്പിക്കുന്നതും വാസ്തവ വിരുദ്ധമാണ് എന്നാണ് എൻ്റെ ടേക്ക്. അതുകൊണ്ട് ഇനി അടുത്ത ഘട്ടത്തിൽ ഞാൻ പറയാം. ഈ 2 വിഷയങ്ങളാണ് ഞാൻ ഇന്ന് ഫോക്കസ് ചെയ്ത്. ഈ 2 വിഷയങ്ങളും കോൺഗ്രസിന് തിരിച്ചടിയാവും. നിലമ്പൂർ തിളയ്ക്കും, പക്ഷേ തിളയ്ക്കാൻ ഉപയോഗിച്ച എണ്ണ കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ ഘട്ടത്തിൽ പൊള്ളലേൽപ്പിക്കുന്നതാണ് എന്നതാണ് എൻ്റെ പക്ഷം. വെൽക്കം ബാക്ക്. നിലമ്പൂർ തിളയ്ക്കുന്നു എന്നാണ് ചോദ്യം. സുജയ പാർവതി. തിളയ്ക്കുന്നുണ്ടല്ലോ. തിളയ്ക്കുക മാത്രമല്ല, നമ്മുടെ ഈ ചർച്ചയടക്കം അതിന് തിളയ്ക്കാനായിട്ടുള്ള ഒരു മരുന്നിട്ട് കൊടുക്കുന്നുണ്ട് എന്ന രീതിയിലാണല്ലോ ഇന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിൻ്റെ മറുപടി നമ്മൾ കണ്ടത്. അദ്ദേഹം അടക്കം ശ്രദ്ധിക്കുന്ന ഒരു ചർച്ചയായതുകൊണ്ട് തന്നെ നമുക്ക് ആ വിഷയത്തിൽ, അതായത് ഈ ക്ഷേമ പെൻഷൻ വിഷയത്തിൽ ഒരു ക്ലാരിറ്റി വരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാമെന്നാണ് ഞാൻ കരുതുന്നത്. നിങ്ങളൊക്കെ ഇപ്പോൾ പറഞ്ഞതിൽ നിന്ന് ഇന്ന് KC വേണുഗോപാൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് നടത്തിയ വിശദീകരണം, ക്ഷേമ പെൻഷനെ കുറിച്ച് താൻ പറഞ്ഞ ഭാഗം, അത് പ്രസംഗത്തിൻ്റെ ഒരു ഭാഗം വളച്ചൊടിച്ച് ഇടതുപക്ഷം പ്രചരിപ്പിക്കുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ആ പ്രസംഗം 2-ാം തീയതി UDF കൺവെൻഷനിൽ നടത്തിയ പ്രസംഗത്തിൽ നിന്ന് അദ്ദേഹം ഉമ്മൻചാണ്ടി കാലത്തെ പെൻഷനെ കുറിച്ച്, അതായത് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് പാവപ്പെട്ട തൊഴിലാളികൾക്ക് മൾട്ടിപ്പിൾ പെൻഷൻ കിട്ടിയിരുന്നു, അത് ഏകീകരിച്ച് ഒരു വലിയ തുകയായി തൊഴിലാളിക്ക് കൊടുക്കുന്നു, ഒറ്റ പെൻഷൻ എന്ന രീതിയിൽ അതിനെ പുനഃക്രമീകരിക്കുകയാണ് പിണറായി വിജയൻ സർക്കാർ ചെയ്തത്. അപ്പോൾ ആ ഏകീകരിച്ച പെൻഷൻ ഇപ്പോൾ എല്ലാ മാസവും പെൻഷൻ കിട്ടുന്നുണ്ട്, പക്ഷേ കുടിശ്ശിക ഇപ്പോഴും പെൻഡിംഗ് ആണ്. ആ പെൻഡിംഗ് കുടിശ്ശിക ബാക്കി വെച്ചിരിക്കുന്നത് എന്തിനാണ്? അത് ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് കൊടുക്കാനാണ് എന്നതാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. അപ്പോൾ ഇവിടെ പെൻഷൻ ഗുണഭോക്താക്കളെ, ഞാൻ KCയുടെ പ്രസംഗം വീണ്ടും എടുത്തു കേട്ടു,
പെൻഷൻ ഗുണഭോക്താക്കളെ നേരിട്ട് KC വിമർശിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് ഉത്തരം. നേരിട്ട് പെൻഷൻ ഗുണഭോക്താക്കളെയല്ല, സർക്കാരിനെയാണ് വിമർശിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇന്ന് രാവിലെ ആ ഒരു ക്ലാരിഫിക്കേഷൻ KC വേണുഗോപാൽ നടത്തിയത്. കുടിശ്ശിക കൊടുക്കാൻ അവസരമായി കാണുന്നത് തെരഞ്ഞെടുപ്പ് കാലത്തെയാണ്. അപ്പോൾ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് 2 ഗഡു കുടിശ്ശിക കൊടുക്കുന്നതായി അനൗൺസ് ചെയ്തുകൊണ്ട് അത് കൊടുത്തു എന്നുള്ളതാണ് UDF അതിന് ആധാരമായി, അല്ലെങ്കിൽ KC വേണുഗോപാൽ പറഞ്ഞതിന്റെ ഒരു വിവരിക്കലായി, വിശദീകരണമായി ഇപ്പോൾ UDF നേതാക്കൾ എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വർഷം 7 മാസത്തെ കുടിശ്ശികയിൽ 2 എണ്ണം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് നൽകി. ഈ വർഷം 1 മാസത്തെ കുടിശ്ശിക ഉപതെരഞ്ഞെടുപ്പിന് മുൻപ് നൽകി തുടങ്ങി. പക്ഷേ ഇപ്പോൾ കൊടുത്തിരിക്കുന്ന ഈ 1 മാസത്തെ കുടിശ്ശിക എന്ന് പറയുന്നത് ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപാണ്. അതായത് ഓപ്പറേഷൻ പഹൽഗാം നടക്കുന്ന വേളയിലാണ് ഈ കുടിശ്ശിക കൊടുക്കുന്ന അനൗൺസ്മെന്റ് വരുന്നത്. അപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് അതിനുശേഷമാണ്. ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകുമോ അല്ലെങ്കിൽ ഉപതെരഞ്ഞെടുപ്പ് വേണ്ടെന്ന് വെക്കുമോ എന്നൊക്കെയുള്ള ചർച്ചകൾ നടക്കുന്ന വേളയിലാണ് ആ കുടിശ്ശിക കൊടുത്തിരിക്കുന്നത്. പക്ഷേ തെരഞ്ഞെടുപ്പ് വരും എന്നുള്ളത് മുൻനിർത്തി സർക്കാർ കൊടുത്തതാണ് എന്നതാണ് UDFന്റെ വാദം. ഇവിടെ ഈ ക്ഷേമ പെൻഷൻ വിഷയത്തിൽ 62 ലക്ഷം ഗുണഭോക്താക്കളെയാണ് പറഞ്ഞത് എന്ന രീതിയിലുള്ള ഇടതുപക്ഷത്തിന്റെ വ്യാഖ്യാനം ഒരുപക്ഷെ 1-2 ദിവസം കൂടിയൊക്കെ നിലമ്പൂരിൽ തിളയ്ക്കുമായിരിക്കും. പക്ഷേ ഇവൻച്വലി ഇനിയിപ്പോൾ 2 ആഴ്ച കൂടി ഈ തെരഞ്ഞെടുപ്പിനുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങൾ എത്രത്തോളം എടുത്തു പറയുന്നുണ്ട്. പ്രത്യേകിച്ചും വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ വന്യജീവികളെ വെടിവെച്ചു കൊല്ലാൻ കേന്ദ്രത്തിൽ നിന്ന് അനുമതി തേടിക്കൊണ്ടുള്ള കത്ത് കൊടുത്ത ആ വിഷയം അങ്ങനെ നിർത്തിയിരിക്കുകയാണ്. ഞാനൊരു കാര്യം പറയാം, അടുത്ത 2 ആഴ്ചയ്ക്കുള്ളിൽ ഇപ്പോൾ കാളികാവിൽ ഇറങ്ങിയ നരഭോജി കടുവ പോലെ ഒരു കടുവയോ പുലിയോ ഇറങ്ങിയാൽ തീരാൻ പോകുന്നതേ ഉള്ളൂ നിലമ്പൂരിന്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത്. അതായത് ഒരു വന്യജീവിക്ക് തീരുമാനിക്കാവുന്ന തെരഞ്ഞെടുപ്പ് വിഷയമായി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് മാറും. അങ്ങനെ വരാതിരിക്കട്ടെ എന്ന് വനമന്ത്രി AK ശശീന്ദ്രനും സർക്കാരും ഒക്കെ പ്രാർത്ഥിച്ചാൽ കൊള്ളാം, പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ. അപ്പോൾ എന്തായാലും ഈ വന്യജീവി വിഷയം അത് നിലമ്പൂരിലെ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. മലയോര മേഖലയുടെ വിഷയങ്ങൾ, അവിടുത്തെ നാട്ടുകാരുടെ വിഷയങ്ങൾ അത് എത്രത്തോളം അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. അല്ലാതെ നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്ന ഈ വിഷയങ്ങളിലേക്ക് ക്ഷേമ പെൻഷൻ, മലപ്പുറം പരാമർശം, ഇതൊക്കെ സാധാരണക്കാരായ താഴെത്തട്ടിലുള്ള ജനങ്ങൾ, വോട്ടർമാരായിട്ടുള്ള ഇടത്തരക്കാരായിട്ടുള്ള ആളുകൾ എത്രത്തോളം ചർച്ച ചെയ്യുന്നുണ്ട്. അടുത്ത 2 ആഴ്ചക്കാലം എത്രത്തോളം ഇതൊക്കെ തന്നെ അവർ പറഞ്ഞുകൊണ്ടിരിക്കും, അതും വിഷയമാണ്. അവിടെയാണ് ഇവിടെ ജനങ്ങൾ ഒരു പ്രധാന ചോയ്സ് എടുക്കേണ്ട ഒരു സമയമായി മാറുകയാണ്. അവരുടെ MLA ആയിരുന്ന PV അൻവറിനെ തുടരണമെന്നാണെങ്കിൽ എന്തിനാണ് അൻവർ രാജിവെച്ച് പോയത്? MLA ആയ PV അൻവർ തുടരണം അല്ലെങ്കിൽ തുടരേണ്ട എന്ന ഒരു തീരുമാനത്തിലേക്കാണല്ലോ അവർ എത്തേണ്ടത്. അപ്പോൾ അൻവർ എവിടെയായിരുന്നു? അൻവർ ഇടതുപക്ഷത്തിനൊപ്പമായിരുന്നു. അപ്പോൾ ആ ഇടതുപക്ഷം കൊള്ളില്ല എന്ന് പറഞ്ഞത് ആരാണ്? ഇടതുപക്ഷത്തിന്റെ MLA ആയിരുന്ന PV അൻവറാണ്. അപ്പോൾ പിന്നെ ഇടതുപക്ഷം തുടരണം, തുടർ ഭരണത്തിനായി ഒരു വോട്ട് ചോദിച്ചുകൊണ്ട് M സ്വരാജ് ചെല്ലുമ്പോൾ എങ്ങനെയാണ് അതിന് വോട്ട് ചെയ്യുക എന്നൊരു ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. അവിടെയാണ് സ്വരാജിന് കൃത്യമായ ഒരു എതിരാളിയായി മാറാൻ ആര്യാടൻ ഷൗക്കത്തിന് സാധിക്കുന്നുണ്ടോ എന്ന ചോദ്യം. ഡോക്ടർ അരുൺ കഴിഞ്ഞ ദിവസം വലിയ കണക്കുകളൊക്കെ പറഞ്ഞിരുന്നു ആര്യാടൻ ഷൗക്കത്തിനെ പറ്റി. പക്ഷേ ഇന്ന് അതിൽ നിന്നൊക്കെ അങ്ങ് യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് പിന്നോട്ട് പോകുന്നത് പോലെയാണ്. പൂർത്തിയാക്കട്ടെ. കഴിഞ്ഞ ദിവസം താങ്കൾ പറഞ്ഞത് എന്തായാലും ആര്യാടൻ ഷൗക്കത്ത് വിജയം ഉറപ്പിച്ചു എന്ന മട്ടിലാണ്. ഉറപ്പിച്ചിട്ടില്ല. PV പ്രകാശിന്റെ കണക്കിൽ 78,000 വോട്ട് അവിടെയുണ്ട്. ശരി, അത്രേ ഉള്ളൂ. അത് പറഞ്ഞു. അതെന്താ പ്രശ്നം? ഓക്കെ. അപ്പോൾ M സ്വരാജിന്റെ കാര്യത്തിൽ ഈ ഒരു ഉറപ്പൊന്നും ഇന്നലെ കണ്ടിരുന്നില്ല. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ പ്രേക്ഷകർക്ക് നല്ല ഓർമ്മയുണ്ടാകും. ഇന്ന് കഴിഞ്ഞ ഇലക്ഷന് VV പ്രകാശിന് 78 വോട്ടുണ്ട്. അത്രേ ഉള്ളൂ. ഓക്കെ, അതിപ്പോ സൈറ്റ് നോക്കി ആർക്കും അറിയാം. ശരി, അപ്പോൾ എന്തായാലും ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുക്കിയത് PV അൻവർ ആണെന്നും അതേ PV അൻവർ തന്നെ ഞാൻ ഈ സ്ഥാനം ത്യജിക്കുകയാണെന്ന് പറഞ്ഞ അതേ PV അൻവർ വീണ്ടും വന്ന് മത്സരിക്കാൻ നിൽക്കുകയാണ്. ഇവിടെ ഒറ്റ കാര്യമേ ഉള്ളൂ. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഇന്നും അത് പറയുകയാണ്. PV അൻവർ എത്ര വോട്ട് പിടിക്കുന്നു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഡിസിസീവ് ആയിട്ടുള്ള ഫാക്ടർ. അൻവർ എത്ര വോട്ട് പിടിക്കുന്നു, അത് ആരുടെ വോട്ട് പിടിക്കുന്നു, അതാണ് അവിടെ. PV അൻവർ 75,000 പിടിച്ചില്ലെങ്കിലും പോട്ടെ സാറേ, 25,000 പിടിച്ചാൽ മതി. 25,000 പിടിച്ചിട്ടുണ്ടെങ്കിൽ ഈ എഴുതി കൂട്ടുന്ന കണക്കൊക്കെ വെറുതെയാകും. ഡോക്ടർ അരുൺ ഇങ്ങനെ ഇരുന്ന് എഴുതി ഓരോ ദിവസവും പുതിയ കണക്കുകൾ ചേർത്ത് ഒരു കണക്ക് പുസ്തകം ഇറക്കാമെന്നല്ലാതെ ഈ കണക്ക് കൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടാകാൻ പോകുന്നില്ല. ഞാൻ പറഞ്ഞു പൂർത്തിയാക്കട്ടെ. ഞാൻ ഇടപെട്ടില്ലല്ലോ താങ്കൾ പറഞ്ഞപ്പോൾ. താങ്കൾ കണക്ക് പറഞ്ഞപ്പോൾ കണക്കിനെ എനിക്ക് കോട്ട് ചെയ്യണം. അല്ല, ഞാൻ പറഞ്ഞു പൂർത്തിയാക്കട്ടെ. സ്ഥാനാർത്ഥി വിജയിക്കുമെന്ന് ഒരു കണക്കും പ്രസന്റ് ചെയ്തിട്ടില്ല. ഇല്ല. ഓക്കെ, അപ്പോൾ അദ്ദേഹം UDF സ്ഥാനാർത്ഥി വിജയിക്കുമെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ സംസാരിച്ചതായിട്ട് എനിക്ക് തോന്നിയതാണ്. ശരി, അപ്പോൾ നമ്മുടെ ഡിജിറ്റൽ ആർക്കൈവിൽ കിടപ്പുണ്ടല്ലോ അങ്ങയുടെ വിജയ പ്രതീക്ഷ ആർക്കൊപ്പമാണ് എന്നൊക്കെ വ്യക്തമാകുന്ന കാര്യങ്ങളാണ്. അൻവർ മത്സരിക്കുകയാണെങ്കിൽ LDF-നാണ് വിജയ സാധ്യത എന്ന് ആദ്യമേ ഞാൻ പറഞ്ഞു. അഡ്വാൻറ്റേജ് സ്വരാജിനാണ് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ശരി, ഇന്നത്തെ ഒരു എങ്ങനെയാണ്? അതല്ലേ നേരത്തെ കേട്ടില്ലേ? ശരി, ഓക്കെ. എന്തായാലും ഓരോ ദിവസത്തേതും പ്രേക്ഷകർ ഇത് കേട്ടുകൊണ്ടിരിക്കണം. ഡോക്ടർ അരുണിന്റെ കണക്കുകൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. മാറിയിട്ടില്ല. ഇത് എന്തിനാണ് നിങ്ങൾ എന്നെ കൂട്ടിയത് അനാവശ്യമായിട്ട്? നിങ്ങൾക്ക് പറയാനുള്ള കാര്യം നിങ്ങൾ പറയണം സുജയ. ശരി, ഓക്കെ. അദ്ദേഹം ഇങ്ങനെ കുറെ കണക്കുകൾ പറയുന്നുണ്ടാണ്. പ്രേക്ഷകർക്ക് ഒരു തെറ്റിദ്ധാരണ ഉണ്ടാകാൻ പാടില്ലല്ലോ. ഇവിടെ മാത്രമല്ല, KC വേണുഗോപാൽ പറഞ്ഞത് വലിയ തിരിച്ചടിയായി കോൺഗ്രസിന് മാറുന്നു, കോൺഗ്രസിന് വലിയ തിരിച്ചടിയായി മാറാൻ പോകുന്നു എന്നൊക്കെ അദ്ദേഹം ഭയങ്കരമായിട്ട് വാദിക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെയൊന്നുമല്ല. ഈ വിഷയമൊക്കെ 1-2 ദിവസം LDF-ന് കത്തിക്കാമെന്നല്ലാതെ സോൾവ് ചെയ്യാൻ പറ്റും. മോഹൻ ജോർജ് വിചാരിക്കും
സംസാരിക്കുന്നതിന്റെ അല്ലല്ലോ. ആ മണ്ഡലത്തിലെ വോട്ടർമാർ വിചാരിച്ചാൽ മതി. മണ്ഡലത്തിലെ വോട്ടർമാർ വിചാരിച്ചാൽ മതി. പിന്നെ അതുപോലെ തന്നെ മുസ്ലിം ലീഗും കോൺഗ്രസും എക്കാലവും അടിച്ചുകൊണ്ടേയിരിക്കണം. ആ അടിയിൽ നിന്ന് ഈ മുട്ടനാടുകളെ തമ്മിലടിപ്പിച്ച് ചോര കുടിക്കാൻ കാത്തിരിക്കുന്ന കുറുക്കനെ പോലെ കാത്തിരുന്നിട്ടൊന്നും ഒരു കാര്യവുമില്ല. അവിടെ കോൺഗ്രസും ലീഗും തമ്മിൽ ഈ തെരഞ്ഞെടുപ്പിൽ അടിച്ചിട്ടുണ്ടെങ്കിൽ അവർ തീർന്നു. അതാണ് വി ഡി സതീശൻ ഇന്ന് ആത്മവിശ്വാസത്തോടെ മനസ്സോടെയാണെങ്കിലും മറുപടി പറയുന്നത്. തമ്മിലടിച്ചിട്ടുണ്ടെങ്കിൽ തീർന്നു, എല്ലാവരും തീർന്നു. അത് മനസ്സിലാക്കിക്കൊണ്ട് UDF മുന്നോട്ട് പോവുകയാണ് എന്നുണ്ടെങ്കിൽ ഇനി 2 ആഴ്ചയുണ്ട്. അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു വിജയത്തിലേക്ക് എത്താനൊക്കെ സാധിക്കുന്ന സാഹചര്യം അവിടെയുണ്ട്. അതേസമയം തന്നെ എം സ്വരാജിന് ഒരു ഒത്ത എതിരാളിയാണോ ആര്യാടൻ ഷൗക്കത്ത് എന്ന കാര്യത്തിൽ എനിക്ക് ഇപ്പോഴും സംശയമുണ്ട്. അല്ല, അല്ലല്ല, നിങ്ങൾക്കൊക്കെ ഇപ്പോൾ ഒരാൾക്ക് എം സ്വരാജ്, ഒരാൾക്ക് ആര്യാടൻ ഷൗക്കത്ത്, ഒരാൾക്ക് PV അൻവർ, എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ആരെയും പറയേണ്ട ആവശ്യമില്ല. അതെ അതെ, ഞാൻ BJPയുടെ ഭാഗം പറയണമെന്ന് താങ്കൾക്ക് എന്താ? എനിക്ക് എം സ്വരാജ് ജയിക്കണമെന്നാണ് ആഗ്രഹമെങ്കിൽ ഞാനത് പറയും. അല്ലല്ല, അത് അത്യന്തം അപകടകരമായ ഒരു നീക്കമായിരിക്കും മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഞാൻ അപകടം ഞാൻ നോക്കി. അതേപോലെ ഇടതുപക്ഷത്തിലും. ശരി, ഓക്കെ. അപ്പോൾ സ്വരാജ് ഇടതുപക്ഷം തീരുമാനിച്ചോളും, ഡോക്ടർ അരുൺ തീരുമാനിക്കേണ്ട. അപ്പോൾ എന്തായാലും ആര്യാടൻ ഷൗക്കത്തിനെ വളരെ വ്യക്തമായ സ്വരാജ് പറഞ്ഞിട്ടുണ്ട്. വർഗീയവാദികളായ ഒരാളുടെ വോട്ട് വേണ്ട, നല്ല മനുഷ്യരുടെ വോട്ട് മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനകത്തെല്ലാം ഉണ്ട്. ശരി, അപ്പോൾ വർഗീയവാദികൾ ആരൊക്കെയാണ് എന്നുള്ളത് എം സ്വരാജൻ അറിയാമായിരിക്കുമല്ലോ. ഡോക്ടർ അരുൺ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ താങ്കൾ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഞാൻ അതായി മാറാൻ പോകുന്നില്ല. ഞാൻ എന്താണെന്ന് പ്രേക്ഷകർക്ക് അറിയാം. അപ്പോൾ നമ്മൾ മലപ്പുറത്തെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്, അല്ലാതെ ഡോക്ടർ അരുണിന്റെ വാലിഡേഷന് വേണ്ടിയിട്ടല്ല ഞാൻ ഇവിടെ ഇരിക്കുന്നത്. എന്തായാലും പാലക്കാടിനേക്കാൾ മികച്ച ഭൂരിപക്ഷത്തിലുള്ള വിജയം ഉണ്ടാകുമെന്ന് ഇന്ന് KC വേണുഗോപാൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ അനുസരിച്ചിട്ടുള്ള ഒരു രാഷ്ട്രീയ കണക്കുകൂട്ടൽ അവർക്ക് ഉണ്ടാകും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. UDF ഒന്നിച്ചു നിന്നിട്ടുണ്ടെങ്കിൽ ലീഗിന്റെ വോട്ടുകൾ പൂർണ്ണമായും പോൾ ചെയ്യിക്കാൻ ലീഗിന് സാധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു വിജയത്തിലേക്ക് അവർക്ക് എത്താൻ സാധിക്കും. മറുഭാഗത്ത് CPIM-ന്റെ പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ചപ്പോൾ തോറ്റവരുടെ കണക്കാണ് കൂടുതൽ, ജയിച്ചവരുടെ കണക്കിനേക്കാൾ തോറ്റവരുടെ കണക്കാണ് കൂടുതൽ എന്നുള്ളത് ഒരു നെഗറ്റീവ് ഫാക്ടറായി അവിടെ എം സ്വരാജിന് നിൽക്കുന്നുണ്ട്. അതിനെ സ്വരാജിന് അടുത്ത 2 ആഴ്ച കാലം കൊണ്ട് മറികടക്കേണ്ടതുണ്ട്. ഇവിടെ ഭരണപക്ഷവും പ്രതിപക്ഷവും വിലയിരുത്തപ്പെടുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. അവിടെ അതിനിടയിൽ BJP എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. BJP നിലമ്പൂരിൽ ആദ്യഘട്ടത്തിൽ മത്സരിക്കാൻ സ്ഥാനാർത്ഥി നിർത്താതിരുന്ന പാർട്ടിയാണ്. ഇപ്പോൾ മോഹൻ ജോർജിനെ നിർത്തുന്നു. മലയോര മേഖലയിലെയും ക്രൈസ്തവരുടെയും അതുപോലെ തന്നെ മറ്റ് കുറെ വോട്ടുകൾ കൂടി അവിടെ NDA സമാഹരിക്കും. എന്നാലും K സുരേന്ദ്രൻ പിടിച്ച 17,000, അതിനപ്പുറത്തേക്കൊന്നും പോകാനുള്ള ഒരു സാധ്യത നിലമ്പൂരിൽ BJPക്ക് ഇല്ല എന്നുള്ളതൊരു വസ്തുതയാണ്. അപ്പോൾ LDF-ഉം UDF-ഉം തമ്മിലുള്ള പോരാട്ടം, അതിനിടയിൽ നിൽക്കുന്ന MLA ആയിരുന്ന PV അൻവർ പിടിക്കുന്ന വോട്ടുകൾ, അതാണ് നിലമ്പൂരിലെ ഇത്തവണത്തെ പ്രധാനപ്പെട്ട ഫാക്ടറായിട്ട് ഞാൻ എന്തായാലും കാണുന്നത്. അല്ലാതെ ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടി ബാറ്റ് ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്നത് ഒരിക്കൽ കൂടി ഞാൻ ക്ലിയർ ആക്കുകയാണ്. ഇവിടെ രാഷ്ട്രീയ കേരളത്തിന്റെ നല്ല കാതലുള്ള ഒരു വിജയമായിരിക്കും നിലമ്പൂരിൽ ഉണ്ടാവുക എന്നത് ഉറപ്പാണ്. അതിപ്പോൾ വഴിക്കടവും മൂത്തേടവും ലീഗിന്റെയും കോൺഗ്രസിന്റെയും സ്വാധീന മേഖലയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെയാണ് അവരിപ്പോൾ ഫോക്കസ് ചെയ്യുന്നത്. പ്രചാരണത്തിലായാലും അതുപോലെ എടക്കര, ചുങ്കത്തറ, കരുളായി, ഇവിടെ UDF-ന് മുൻതൂക്കമുണ്ടെന്ന് UDF അവകാശപ്പെടുമ്പോൾ അവിടെ LDF കൃത്യമായി കടന്നു കയറിക്കൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ പോക്കറ്റുകളിൽ സ്വാധീനം ഉറപ്പിക്കാൻ, നിലവിലെ സ്വാധീനം ഇരട്ടിപ്പിക്കാൻ LDF ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പോത്തുകൽ പഞ്ചായത്തും നിലമ്പൂർ നഗരസഭയും പൂർണ്ണമായും ഒപ്പം നിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഈ 2 ആഴ്ചത്തെ പ്രചാരണം കൊണ്ട് LDF-ന് ചെല്ലാൻ സാധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അഡ്വാൻറ്റേജ് ടു എം സ്വരാജ് ആണ്. ഞാൻ കഴിഞ്ഞ ദിവസവും അതുകൊണ്ടാണ് എം സ്വരാജിന്റെ സാധ്യതയെപ്പറ്റി പറഞ്ഞത്. അമരമ്പലം പഞ്ചായത്തിൽ കിട്ടിയ വോട്ടാണ് കഴിഞ്ഞ തവണ VV പ്രകാശ് എന്ന ജനകീയനായ നിലമ്പൂരിന്റെ പൾസറിയാവുന്ന ഒരു സ്ഥാനാർത്ഥിയിൽ നിന്ന് അൻവറിന് വിജയം തുടരാനുള്ള ഒരു സാഹചര്യം ഒരുക്കിയത് അമരമ്പലം പഞ്ചായത്താണ്. 2700 വോട്ട് എങ്കിലും പിടിക്കാൻ പറ്റിയത് അമരമ്പലം പഞ്ചായത്ത് കൊണ്ടാണ്. അപ്പോൾ ഓരോ പഞ്ചായത്തിലെയും സാധ്യതകൾ, അതുപോലെ ഓരോ പഞ്ചായത്തിലെയും പ്രശ്നങ്ങൾ, ഈ ഒരു മണ്ഡലമല്ലേ ഉള്ളൂ, അപ്പോൾ അതിലെ ഓരോ ഇടത്തെയും പ്രശ്നങ്ങൾ എടുത്ത് അത് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കണം. അല്ലാതെ വന്യജീവി സംഘർഷം എന്ന് പറയുന്ന വിഷയമൊക്കെ മാറ്റിവെച്ചുകൊണ്ട്, അതേക്കുറിച്ചും കഴിഞ്ഞ ദിവസം KC പറഞ്ഞിരുന്നു കേട്ടോ, അതൊന്നും ഈ വിവാദം ഉണ്ടാക്കുന്നവർ ചർച്ച ചെയ്തില്ല. എന്തായാലും കൃത്യമായ വിഷയങ്ങൾ എടുത്തു വെച്ച് ചർച്ച ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ആ വിഷയങ്ങൾ ജനങ്ങളെ ബാധിക്കുന്ന വിഷയം ആയി അവർക്ക് തോന്നുക കൂടിയാണെന്നുണ്ടെങ്കിൽ ആ ഭാഗത്തേക്ക് വിജയം പോകും. അല്ലാതെ പഴയകാല ചരിത്രം അതിനനുസരിച്ചിട്ടുള്ളൊരു ജനവിധിയെന്നൊന്നും നമുക്ക് ഈ പുതിയ കാലത്ത് 2025-ലെ നിലമ്പൂരിനെ കുറിച്ച് പറയാൻ കഴിയില്ല. ഇവിടെ അൻവർ എത്ര വോട്ട് പിടിക്കും, അതാണ് ഇവിടുത്തെ ബിഗ് ക്വസ്റ്റ്യൻ ആയിട്ട് ഞാൻ കാണുന്നത്. സുജയ പറഞ്ഞതിന് അത് കൂട്ടിച്ചേർക്കാൻ ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ചുങ്കത്തറ പഞ്ചായത്ത് ഇപ്പോൾ UDF ആണല്ലോ ഭരിക്കുന്നത്. അതിപ്പോൾ ആരോട് സഹകരണത്തോടു കൂടിയെന്നറിയോ? തൃണമൂൽ കോൺഗ്രസിന്റെ സഹകരണത്തോടെ ചുങ്കത്തറ പഞ്ചായത്ത് ഇപ്പോൾ കോൺഗ്രസ് ഭരിക്കുന്ന അവിടുന്ന് LDF-ന്റെ കയ്യിൽ നിന്ന് ഭരണം പിടിച്ചു കൊടുത്തു ആരാണ്? PV അൻവറാണ്. ഞാൻ എന്താ പറഞ്ഞതെന്നറിയോ, ഈ ചുങ്കത്തറ പഞ്ചായത്ത് പിന്നെ ഈ കോൺഗ്രസിന്റെ കയ്യിൽ നിന്ന് LDF-ന്റെ കയ്യിൽ നിന്ന് PV അൻവർ വാങ്ങി UDF-ന് കൊടുത്തു. അപ്പോൾ ഇപ്പോഴത്തെ അവിടുത്തെ ഇവർ തമ്മിലുള്ള സപ്തകക്ഷിയാണല്ലോ ഇപ്പോൾ അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അകത്ത് ഒരംഗം എന്ന് പറയുന്നത് തൃണമൂൽ കോൺഗ്രസ്സുകാരനാണ്. അത് മാത്രമല്ല, ഈ ഇപ്പം സുജിയ നേരത്തെ പറഞ്ഞല്ലോ, ഈ നമ്മുടെ ഏത് 2 പഞ്ചായത്താണ് ലീഗ് കൂടുതൽ? ലീഗും വഴിക്കടവും എടക്കരയും മൂത്തേടം. ഈ വഴിക്കടവിൻ്റെ ഒരു പ്രത്യേകത അറിയോ? ഈ സുഗു അടക്കം
അവിടെയുള്ള നേതാക്കന്മാർ വഴിക്കടവ് പഞ്ചായത്തിന് പ്രസിഡന്റ് ആയിരുന്നു ഈ സുഖു എന്ന് പറയുന്നത്. അപ്പം അവിടുത്തെ ഒരു വലിയ ബന്ധം എന്ന് പറയുന്നത് ഈ രണ്ട് എടക്കരയും വഴിക്കടവും ഭയങ്കര അൻവറിന് ഭയങ്കര വേരോട്ടമുള്ള അവിടെയാണ് 13,000-ലധികം വോട്ടുകൾ 2 പ്രാവശ്യം ചെയ്ത് ഒരു സ്ഥാനാർത്ഥി കിട്ടി. ഏകദേശം 35,000-ലധികം വോട്ടുണ്ട് അവിടെ ആ 2 പഞ്ചായത്തിലും. അപ്പോൾ 70,000 വോട്ട് കിട്ടുന്ന 2 പഞ്ചായത്തിൽ അൻവറിന് വലിയ രീതിയിലുള്ള അവിടെ വലിയ ബന്ധമുണ്ട്, സ്വാധീനമുണ്ട്. അപ്പോൾ അതോടുകൂടി എന്ത് സംഭവിച്ചാൽ ലീഗ് ഇപ്പോൾ അല്ലെങ്കിൽ കോൺഗ്രസ് ഇപ്പോൾ ആ 2 പഞ്ചായത്തുകളിൽ കൂടുതൽ വർക്ക് കേന്ദ്രീകരിച്ചിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ സംഭവിക്കുക എന്താ പറയുക, അൻവറിൻ്റെ അടുത്തുനിന്ന് ഇവരെടുത്ത് നഷ്ടപ്പെടുന്ന വോട്ട് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി അത് അൻവർ കൊണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുകയാണ് ഈ പഞ്ചായത്തുകൾ കിടന്നത്. ആ സമയത്തുണ്ടല്ലോ ഇതൊന്നും ആഗ്രഹിക്കാത്ത മറ്റേ പഞ്ചായത്തുകളുണ്ടല്ലോ അവിടെ കേന്ദ്രീകരിക്കാൻ പറ്റുന്നില്ല. നേതാക്കന്മാരെല്ലാം അങ്ങോട്ട് പോകും, ഈ മലയോര മേഖലയുമായി ബന്ധപ്പെട്ട ഏരിയയിലേക്ക് പോവുകയാണ്. അപ്പം മറ്റൊരു പഞ്ചായത്തിൽ CPM സ്വസ്ഥമായിട്ട് പണിയെടുത്തുകൊണ്ടിരിക്കുക, കാരണം നേതാക്കന്മാർ മുഴുവനുള്ളത് ഈ സ്ഥലങ്ങളിലാണ്. അതുപോലെ തന്നെയാണ് വേറൊരു കാര്യം എന്ന് പറയുന്നത്, സുജിയ നേരത്തെ പറഞ്ഞ തന്നെയാണ്, അവിടെ ഏറ്റവും കൂടുതൽ ഈ 5 പഞ്ചായത്ത് ഈ ഫോറസ്റ്റുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന സ്ഥലമാണ്. 5 പഞ്ചായത്തിൽ ഒരു വീട്ടിൽ പോലും പന്നി കയറാത്തതോ കുരങ്ങ് വരാത്തോ ഇല്ല, മനസ്സിലായോ, കടുവ വരാത്തോ പുലി വരാത്തോ ഒന്നുമില്ല. ഈ പഞ്ചായത്തുകളിൽ ഒന്നും പോയിട്ട് ഈ കോൺഗ്രസ്സുകാർ ഒരക്ഷരം പോലും ഇതുമായി ബന്ധപ്പെട്ട കാര്യം പറയുന്നില്ല. വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട് അവിടെ ജനങ്ങൾ എന്താണ് പറയുന്നത്, ചെല്ലുന്ന പാടെ ജനങ്ങൾ പറയുന്നത് നിങ്ങൾ ഈ പന്നീൻ്റെ കാര്യത്തിൽ തീരുമാനം എടുക്കൂ, ആനേൻ്റെ കാര്യത്തിൽ തീരുമാനം എടുക്കുന്ന അവർ പറയുന്നത്. പക്ഷേ ഇവരത് പറയുന്നില്ല. എന്തുകൊണ്ടാണ് പറയാത്തതെന്നറിയോ, ഈ അൻവർ ജയിലിൽ പോയല്ലോ. ഈ അൻവർ ജയിലിൽ പോയത് ഇവരുടെ ഈ പ്രശ്നത്തിന് വേണ്ടിയിട്ടാണ്. അവിടെ പോയി ഇത് തല്ലി പൊളിച്ചതുകൊണ്ടാണ്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇതിപ്പോൾ ഇവിടെ വന്യമൃഗ ശല്യവുമായി ബന്ധപ്പെട്ട കാര്യം പറഞ്ഞാൽ അപ്പോൾ അൻവർ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ജയിലിൽ പോയ ആളാണെന്ന് പറയും. അതോടുകൂടി തീർന്നു. അപ്പം ഞാൻ വിചാരിക്കുന്നത് ഈ 3 ശരിക്കും ഒരു ഇലക്ഷനിൽ പാർട്ടിയാണോ സ്ഥാനാർത്ഥിയാണോ ജനങ്ങളിൽ സ്വാധീനിക്കപ്പെടുക? നിലമ്പൂർ മണ്ഡലത്തിൽ നമുക്ക് അറിയാവുന്ന ചരിത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത, കോൺഗ്രസും ലീഗും ഒരു വോട്ടും പോകാതെ ഒരുമിച്ച് ചെയ്താൽ 2009 ശേഷവും നിലമ്പൂർ മണ്ഡലത്തിൽ വിജയസാധ്യതയുണ്ട്. കോൺഗ്രസും ലീഗും പോലും ചോരാതെ ചെയ്താൽ 2011 ആര്യാടെ ഷൗക്കത്ത് ആര്യാടെ മുഹമ്മദ് മത്സരിച്ചത് 66,330 നോട്ടാ കിട്ടിയത്. 5,000 വോട്ട് കുറവാണ് LDF. അല്ല കേട്ടെ, 2016 ഇതേ ആര്യാടെ ഷൗക്കത്ത് മോഹൻ മത്സരിച്ച സമയത്ത് 66,350. കോൺഗ്രസിലെ ഐ വിഭാഗത്തിലെ ഒരു വോട്ട് ഭിന്നിച്ചു. അതിൽ തന്നെ ആരുടെ കരീമിന്റെയും എന്നെ കരീമിന്റെ ഒക്കെ സംഘം. ഞാൻ പറയുന്നത് 25 വോട്ട് മാത്രമാണ് വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞത്. വെറും 25 വോട്ട് ആയിക്കോട്ടെ, 25 വോട്ട് മാത്രമാണ് വരിക. ഞാൻ വിചാരിക്കുന്നത് അങ്ങനെയല്ല. ഈ ആര്യാടൻ ഫാമിലിക്ക്, ആര്യാടെ ഷൗക്കത്തും ആര്യാടെ മുഹമ്മദ് പറഞ്ഞാൽ ആര്യാടെ ഫാമിലിക്കാണല്ലോ, അവർക്ക് ഈ 70,000 വോട്ടിനൊന്നും മേലെ എത്തിക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അപ്പോൾ ഒരു മിനിറ്റ്, 1,65,000 വോട്ടാണ് പോൾ ചെയ്യപ്പെടുന്നതെന്ന് വെക്കുക. ഒരു 65,000 10,000 വോട്ട് ഈ SDPയും മറ്റു പാർട്ടികളെല്ലാം കൂടി സ്വതന്ത്രന്മാരെല്ലാവരും കൊണ്ടുപോയി. ബാക്കി 1,55,000 വോട്ട്. 1,55,000 വോട്ട് ഇപ്പോൾ CPM പറയുന്ന പോലെയാണെങ്കിൽ കോൺഗ്രസ് പറയുന്ന പോലെയാണെങ്കിൽ 15,000 വോട്ടാണ് അൻവറിന് കൊടുക്കുന്നതെന്ന് വെച്ചോളൂ. 15,000 വോട്ടാണ് അൻവറിന് കൊടുത്താൽ ബാക്കി എത്ര വേണം? 140 വേണം. അപ്പോൾ എത്ര വോട്ടിൻ്റെ ഭൂരിപക്ഷം വേണം ജയിക്കണമെങ്കിൽ? 70,000 മേലേക്ക് വേണ്ടേ? ആ 70,000 മേലേക്ക് ഈ പറയുന്ന ലീഗും കോൺഗ്രസും കൂടെ വിചാരിച്ച് നടക്കില്ലെന്ന് ഞാൻ പറയുന്നത്. പുറത്തുനിന്ന് വോട്ട് വരണം. അതിലേക്കാണ് വരുന്നത്. അപ്പം എന്തുകൊണ്ട് നിങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം 78,000 വോട്ട് കിട്ടി എന്ന് നിങ്ങൾ പറയുന്നല്ലോ. ഞാൻ പറയുന്നത് VV പ്രകാശിന്റെ വാലേ കെട്ടാനുള്ള സാധ്യത ഈ പറഞ്ഞ ആര്യാടെ ഷൗക്കത്തിലില്ലെന്നേ. അതേ അവർ ഭയങ്കര ജനകീയനായിരുന്നു. അവിടെ ലീഗ് പ്രശ്നമില്ല. ഞാൻ പറയട്ടെ, VV പ്രകാശ് അവിടുത്തെ ലീഗുമായിട്ട് വലിയ രീതിയിൽ ബന്ധമായിരുന്നു. VV പ്രകാശ് ലീഗിൻ്റെ കൂടെ മൗന സമ്മതത്തോടു കൂടി അദ്ദേഹത്തെ DCC പ്രസിഡന്റ് ആക്കുന്നതെന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ. അത് കഴിഞ്ഞ പ്രാവശ്യം അതിന് ശേഷം മാറിയതുകൊണ്ടാണ്, കാരണം അയാൾ സീറ്റ് കൊടുത്തുകൊണ്ടാണ് ഷൗക്കത്ത് DCC പ്രസിഡന്റ് ആയത്. അപ്പം VV പ്രകാശ് അവിടെ വലിയ രീതിയിൽ ബന്ധം സ്ഥാപിച്ച ഒരാളാണ്. ഒരു പ്രശ്നം ലീഗുമായിട്ടില്ല. ഭയങ്കര ജനകീയനാണ്. ഞാൻ വിചാരിക്കുന്നത് അന്ന് ആരാണ് VV അൻവറിനേക്കാളും ജനകീയനായ ആൾ എന്ന് പറയുന്നത് ഏത് ഈ പിണറായി വിജയൻ്റെ ഒരു തള്ളിക്കയറ്റം ഇല്ലായിരുന്നെങ്കിൽ സത്യമായിട്ടും ജയിച്ചു പോകേണ്ട ആളെന്ന് പറയുന്നത് VV പ്രകാശാണ്. അത്ര ആ നാട്ടിലെ ജനകീയനാണ്. അത്രയധികം ജനകീയന് കിട്ടിയ വോട്ട് ഇപ്രാവശ്യം ഞാൻ വിചാരിക്കുന്നില്ല. നോർമലി പറയാം ഷൗക്കത്തിന് നേടാൻ പറ്റുമെന്ന്. ഷൗക്കത്തിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, നിങ്ങൾ ഈ പറഞ്ഞ പുരോഗമന മുസ്ലിം സമുദായത്തിൻ്റെ വോട്ട് ചിലപ്പോൾ കിട്ടും. നിങ്ങൾ പറയുന്നത് അതിനേക്കാളും വലിയ രീതിയിൽ അവിടെയുള്ള എന്താണ് ഈ യാഥാസ്ഥികരായ മുസ്ലിങ്ങളുള്ള സ്ഥലമാണ്. ഏറനാട്ടിൽ PK ബഷീർ ജയിച്ചതുപോലെയുള്ള ഒരു സാഹചര്യം അൻവർ ഉണ്ടാക്കി കൊടുത്താലോ? അതെ, ഏറനാട് PK ബഷീർ ജയിച്ചതുപോലെ ഒരു സാഹചര്യം. ഞാൻ പറഞ്ഞു നിങ്ങൾ അൻവറിനെ ചെറുതായിട്ട് കാണാന്നേ. ഞാൻ പറയുന്നത് 9 വർഷം MLA ആയിരുന്ന ആളാണ്. ഞാൻ വിചാരിക്കുന്നില്ല നിങ്ങൾ ഈ പറയുന്ന 10,000-ൽ 20,000 നിൽക്കുന്നു. ഞാൻ വിചാരിക്കുന്നില്ല. അത് CPM-നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇന്ന് അവർ ഇപ്പം വഴി തിരിച്ചു കൊടുത്താൽ അറിയോ, CPM-നെ കുറിച്ചിട്ട് ഇന്ന് പറയും പിണറായി വിജയനെ കുറിച്ചിട്ട്, നാളെ
കോൺഗ്രസിനെ കുറിച്ച് പറയും. രണ്ടും പറഞ്ഞാലേ രക്ഷയുള്ളൂ. ഞാൻ പറയുന്നത് നമ്മൾ വിചാരിക്കുന്നല്ലോ, അയ്യോ ഇന്ന് വാക്കിന് സ്ഥിരതയില്ല എന്നാണ് നമ്മൾ പറയുക. ഇന്ന് പിണറായി വിജയനെ കുറിച്ച് പറഞ്ഞു, നാളെ വി ഡി സതീശനോട് പറഞ്ഞു. ഇത് ഒരാഴ്ച പോകുമ്പോണ്ടല്ലോ ഇവർക്ക് രണ്ടുപേർക്കും ഒഫൻഡ് ചെയ്ത് പോകാൻ പറ്റും. അപ്പൊ അതായിരിക്കും അദ്ദേഹം എടുക്കുന്ന ഒരു ഗുണം എന്നുള്ളത്. അപ്പൊ നിലമ്പൂർ തിളയ്ക്കുന്നോ എന്ന ചോദ്യത്തിന് 4 പേരുടെയും അഭിപ്രായം യെസ് എന്ന് തന്നെയാണ്. Meet the editors.